രാജ്ഞിയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിരുപദ്രഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. 47-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ജനതകളെ കരഘോഷത്തോടെ, കരഘോഷത്തോടെ കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറ. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ ഒരു ജനത ഒരുമിച്ച് കൂടുന്നു എന്നത് നിസ്സാരമായി കണക്കാക്കാൻ കഴിയില്ല. കർത്താവിനെ കേൾക്കാൻ താല്പര്യമുള്ളൊരു ജനത ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ഉള്ളത് കൊണ്ടാണ് അത് ഒരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. കാരണം ഇന്ന് പല രാജ്യങ്ങളിലും അതില്ല. നമ്മൾ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്കെന്തായാലും ദൈവം അങ്ങനെ ഒരു തുറവിയും ഒരു ദാഹവും തന്നിട്ടുണ്ട്. അതായത് ഇന്ന് ലോക ജനതയിൽ അനേകം ആളുകൾക്ക് ദൈവസ്വരം കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു ജനത ലോകരാജ്യങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ദൈവം എന്താണ് സംസാരിക്കുന്നത്, ഇതുപോലൊരു വചനം കേൾക്കാൻ, ഒരു ആത്മീയ സന്ദേശം കേൾക്കാൻ ദാഹത്തോടെ ജനം അടുത്തു വരുന്നു എന്നത് നിസ്സാര കാര്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അത് ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ്. ദൈവം നമ്മളോട് ഇപ്പോഴും സഹിഷ്ണുത കാണിക്കുന്നു, കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് കാണേണ്ടത്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം, നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം എന്താണാവോ പറഞ്ഞത്? നിങ്ങൾ മറന്നിട്ടുണ്ടാവും, ഞാൻ മറന്നിട്ടില്ല. മലാഖിയുടെ പുസ്തകമാണ് നമ്മൾ കഴിഞ്ഞ കൺവെൻഷന് പഠിപ്പിച്ച്, മലാഖിയുടെ പുസ്തകം. അപ്പോൾ അവിടെ മലാഖി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ദൈവം ഒരു ജനതയെ കൈവിട്ടു എന്നതിൻ്റെ അടയാളമാണ്. കൈവിട്ടു എന്ന് ഞാൻ പറഞ്ഞാൽ മാനുഷിക ഭാഷ ഞാൻ ഉപയോഗിക്കുകയാണ്. അതായത് ദൈവപ്രവൃത്തികൾ ഒരു ദേശത്ത് നിലച്ചു എന്നതിൻ്റെ അടയാളമാണ് ദൈവം സംസാരിക്കാത്തത്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ, ദൈവം എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവം നമ്മളോട് ഇപ്പോഴും കരുണ കാണിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ദൈവസ്വരങ്ങൾ നിലച്ചു പോകാത്തത് ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമാണ്. ഇത് ദൈവവചനപ്രകാരമുള്ള ഒരു ബോധ്യമാണ്. ഇത് ദൈവം നമ്മളോട്, ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുക, ഇടവകയിലുള്ള എല്ലാ അച്ഛന്മാർക്കും ഞായറാഴ്ച കുർബാന അർപ്പിക്കുമ്പം ഹോമിലി പറയാൻ, അതിനിടയ്ക്കുള്ള പ്രസംഗം പറയാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. മനസ്സിലായോ? അങ്ങനെ, അതായത് പ്രസംഗിക്കുന്നില്ല. ഇപ്പോൾ പ്രസംഗിച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് പ്രസംഗിച്ചിട്ട് എന്നാ കാര്യമെന്ന് അച്ഛന്മാർ വിചാരിക്കുകയാണെന്ന് ഓർക്കുക. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേ. അത് ദൈവം നമ്മളെ കൈവിട്ടു എന്നതിൻ്റെ അടയാളമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ദൈവവചനം, എവിടെല്ലാം ദൈവവചനം ലഭിക്കുന്നുണ്ടോ അവിടെല്ലാം ദൈവം ആ ജനത്തെ കരുതുന്നു, സ്നേഹിക്കുന്നു, ആ ജനത്തോട് ദൈവം സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ മെസ്സേജ് അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദേശത്ത് ഒരു കൺവെൻഷൻ രൂപപ്പെടുന്നു, അവിടെ ജനം താല്പര്യത്തോടെ വരുന്നു. അപ്പോൾ അതിൻ്റെ നമ്പറല്ല പ്രധാനം, എത്ര പേര് വന്നു എന്നുള്ളതല്ല. 10 പേര് വന്നാലും ആ 10 പേരെ കർത്താവിനെ കേൾക്കാൻ ഹൃദയം തുറക്കുന്ന ഒരു ജനത രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ദൈവം വിളിക്കുന്നതാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 6-ൽ 3 പ്രാവശ്യമാണ് പറയുന്നത്. 3 പ്രാവശ്യം എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തോട്ട് വരാൻ പറ്റില്ല. അപ്പം ഇത് 3 പ്രാവശ്യം യോഹന്നാൻ 6-ൽ 3 പ്രാവശ്യം 3 ആവർത്തി പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ പിതാവ്, അതായത് സ്വർഗത്തിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ. അതിൻ്റെ അർത്ഥം എന്താ? അതായത് ദൈവം ആദ്യം, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അതായത് നമ്മൾ സാധാരണ മനുഷ്യൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ശാന്തമായിട്ട് ഇപ്പോൾ കേട്ടാൽ മതി ഞാൻ പറയുന്ന ആമുഖങ്ങൾ പറയുന്നത്. അതായത് മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നതെന്നറിയാം, നമ്മൾ വന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഇതാണ് മതത്തിൻ്റെ ചിന്താഗതി. എല്ലാ മതങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്താ? ഭക്തൻ ദൈവത്തെ തേടി വരുന്നു, ഭക്തൻ പ്രാർത്ഥിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. ഇതാണ് മതം. എന്നാൽ സുവിശേഷം, ക്രിസ്തീയത ഇതല്ല. ദൈവം ഒരാളെ ആകർഷിക്കുന്നു, ദൈവം കൃപ കൊടുക്കുന്നു, അയാൾ വരുന്നു, അയാൾ അനുഗ്രഹിക്കപ്പെടുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് മനുഷ്യനല്ല, ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് ക്രിസ്ത്യൻ ഗോസ്പലിൻ്റെ
വ്യത്യാസങ്ങളിൽ ഒന്ന്, അതായത് ദൈവം കരുണ കാണിച്ചു. എന്തുകൊണ്ട് നമ്മൾ വിശ്വാസികളായി? ഒറ്റ കാര്യമുള്ളൂ. എനിക്ക് ബൈബിളിലെ, ഇപ്പോൾ ബൈബിള് അറിയാവുന്ന പണ്ഡിതന്മാരായ പിതാക്കന്മാർ ഇവിടെയുണ്ട്. എനിക്ക് ബൈബിളിലെ മനസ്സിലാകാത്ത സങ്കല്പങ്ങളിലൊന്നാണ്, ഇപ്പോഴും ക്ലാരിറ്റി വരാത്ത സങ്കല്പങ്ങളിലൊന്നാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. എന്തുകൊണ്ട് ദൈവം ചിലരെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് നമ്മൾ വിശ്വാസികളായി? എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരിക്കലും സുവിശേഷം കടന്നു ചെല്ലാൻ ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്തുനിന്ന് ചില ആളുകളെ ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവരാറുണ്ട്. നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യന് അജ്ഞേയമെന്നാണ് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം അത് മനുഷ്യന് മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്തെല്ലാം ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഇതിനകത്തെല്ലാം ഒരു ദൈവം നമ്മുടെ മേൽ വർഷിച്ചൊരു കരുണയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വന്നതാണ് എന്നായിരിക്കും മതത്തിലുള്ളവർ ചിന്തിക്കുന്നത്. അല്ല, നിങ്ങളെ ദൈവം ഓൾറെഡി അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് നിങ്ങൾ വന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വ്യത്യാസം മനസ്സിലായോ? അതായത് നിങ്ങൾ വന്ന് എന്തോ അനുഗ്രഹം വാങ്ങി പോവല്ല, നിങ്ങൾ ഓൾറെഡി ദൈവത്താൽ കരുതപ്പെട്ടൊരു ജനമാണ്. ആ ജനത, അത് ഏത് വിശ്വാസ പ്രതിസന്ധിയുടെ കാലത്തും ആ ജനത ഈ ലോകത്തുണ്ടാവും. ഏലിയ ഒരിക്കൽ കിടന്ന് ദൈവത്തോട് ഒരല്പം പരിഭവത്തോടെയും സങ്കടത്തോടെയും ഏലിയ പറയുന്നുണ്ട്, ദൈവമേ, ഒറ്റ ആള് പോലും നിന്റെ കൂടെ ഇല്ല, എല്ലാവരും നിന്നെ കൈവിട്ടു, ആരും നിന്റെ കൂടെ ഇല്ല, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഏലിയ പറയാണ്, ദൈവമേ, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ നിന്റെ കൂടെ നിൽക്കുന്നത്. ഉടനെ ദൈവം മറുപടി പറയുന്നു, നിനക്കെന്തറിയാം? റോമർ 11 പൗരസപ്പസ്തോലിന് ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഏലിയായോട് ദൈവം പറയാണ്, നിനക്കെന്നാ അറിയാം? ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. നീ വിചാരിച്ച് നീ തന്നെ ഉള്ളെന്ന്. ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നൊരു പൗലോസ് അതിനെ വിളിക്കുന്നത് അവശിഷ്ട ഭാഗം എന്നാണ്. റെമിനന്റ്, എ ഹോളി റെമിനന്റ്, അവശിഷ്ട ഭാഗം. യുഗാന്ത്യത്തെ സമീപിക്കുമ്പോൾ, തിരുസഭ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയോടടുക്കുമ്പോൾ, ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവസാന നാളുകളിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ് വിശ്വാസ ത്യാഗം, അപ്പോസ്റ്റസി. അത് തെസലോനിക്കരിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും വായിക്കണ്ട, കാരണം അത് വായിച്ചു പോകാൻ നമുക്ക് നേരമില്ല. നമുക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് കയറേണ്ടതുണ്ട്. ഞാൻ ആമുഖം പറയാണ്. അപ്പോസ്റ്റസി, അതായത് യുഗാന്ത്യത്തെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ യുഗങ്ങളുടെ അന്തിമഘട്ടം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ രണ്ടാം വരവ്, അല്ലെങ്കിൽ ഈ ഭൂമി, ഈ പഴയ ഭൂമിയും പഴയ ആകാശവും ഇല്ലാതായി പുതിയ ആകാശവും പുതിയ ഭൂമിയും രൂപപ്പെടുമ്പോൾ, അല്ലെ ദൈവരാജ്യം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, കർത്താവ് പ്രവചിച്ചിട്ടുള്ള, അപ്പോസ്തലന്മാർ പ്രവചിച്ചിട്ടുള്ള, പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയാവർത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ നാളുകളിൽ ഒരു സംഭവം ഉണ്ടോ? എന്താണെന്നറിയാം? വിശ്വാസ ത്യാഗം, അപ്പോസ്റ്റസി. അതായത് വിശ്വാസം ഒരുപാട് പേര് ഉപേക്ഷിക്കും. അത് ലൂക്ക 18 പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? മനുഷ്യപുത്രൻ മടങ്ങിയെത്തുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ചോദിച്ചതാരാ? അതൊരു കരിസ്മാറ്റിക് പ്രഘോഷകന്റെ ചോദ്യമല്ല, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ചോദ്യമാണ്. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഞാൻ ഇത് പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് വ്യക്തതയുണ്ടായാൽ, ഈശോ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്തിനെന്നറിയാം? അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കേണ്ടതിന് ഞാനിതെല്ലാം മുൻകൂട്ടി പറഞ്ഞിരിക്കും. അപ്പം ഞാനിത് പറയുന്നതിനെന്ന് വെച്ചാൽ, നമുക്ക് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥതപ്പെടരുത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവജ്ഞാനത്തിന് വിരുദ്ധമായതൊന്നും ഭൂമിയിൽ സംഭവിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഈ എഴുതപ്പെട്ട ബൈബിളിൽ എഴുതി നമുക്ക് തന്ന തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആരും ഒന്നും ഭയപ്പെടേണ്ടതൊന്നുമില്ല. അതായത് ഈ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. എന്തിനാണ് ഇതെല്ലാം പറയുന്നതെന്ന് അറിയാമോ? ഇത് ആകുലതയ്ക്ക് വേണ്ടിയോ ഭയത്തിന് വേണ്ടിയല്ല, ജാഗ്രതയ്ക്ക് വേണ്ടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ പറഞ്ഞില്ലേ, വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യണം? ജെറുസലേമിലുള്ളവർ, പട്ടണത്തിലുള്ളവർ മലമുകളിലേക്ക് ഓടിക്കോണം. അത് പേടിക്കാൻ പറഞ്ഞാണോ? അല്ല. അതെന്തിനു പറഞ്ഞ? ജാഗ്രതയ്ക്ക് പറഞ്ഞ. ജാഗ്രത, വിജിലൻസ്. അത് നമ്മളിങ്ങനെ കണ്ണും കാതും തുറന്ന് ജീവിക്കണം. വിശുദ്ധ ഗ്രന്ഥം മുമ്പിൽ വെക്കണം,
വായിക്കണം, ധ്യാനിക്കണം, എന്നിട്ട് കാലത്തെ വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതം. എന്താണ്? വിശുദ്ധ ഗ്രന്ഥം ആധാരമാക്കി വെക്കണം, വായിക്കണം, ധ്യാനിക്കണം, എന്നിട്ട് കാലത്തിന്റെ ചുവരെഴുത്തുകളെ, കാലത്തിന്റെ അടയാളങ്ങളെ വായിക്കണം. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ 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 പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്തോട് അടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതെല്ലാ അർത്ഥത്തിലും, ഒരു രാജ്യം എന്ന നിലയിൽ, ഒരു സംസ്ഥാനം എന്ന നിലയിൽ, അതുപോലെ തന്നെ സഭാ സമൂഹത്തിനകത്ത് എല്ലാം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത, നമ്മൾ മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ നേരിടാൻ പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായി? എല്ലാ ഉദാസീനതയും മാറും. മനസ്സിലായോ? ഞാൻ 2019 പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യം ഒരു ഗമയ്ക്ക് പറയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നറിയാം, കാരണം ഇതെല്ലാം ഈ വചനത്തിൽ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. എന്നറിയാം, അതായത് ഈ എല്ലാ പ്രശ്നവും മാറും. എപ്പോഴെന്നറിയാം? നല്ല അടി മുതുകത്ത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാ പ്രശ്നവും മാറും. മനസ്സിലായില്ലേ? നമ്മുടെ ഈ ഉദാസീനത മാറും, സുവിശേഷ വേലയ്ക്കുള്ള തീക്ഷ്ണത, ആ കുറവെല്ലാം മാറും, നമ്മുടെ പ്രശ്നങ്ങൾ മാറും, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന വഴക്കുകളെല്ലാം മാറും. നല്ല ഉശിരൻ അടി മുതുകത്ത് വന്ന് വീഴുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇനി അതിനുള്ള കാലമാണ്. പേടിപ്പിക്കാൻ പറയുന്നതല്ല, ധ്യാനഗുരുക്കന്മാർക്ക് നേരെയുള്ള ഒരു ആക്ഷേപം ജനങ്ങളെ ഭയപ്പെടുത്തും എന്നുള്ള പേടിപ്പിക്കാൻ പറയുന്നത്. പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്താണ്? കർത്താവ് പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതൊക്കെ വരും, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയാമോ? ഇവിടെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ട്, ഇപ്പോൾ ഞാൻ പിതാവ് 5ാമത്തെ കൺവെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കുകയായിരുന്നു, 5ാമത്തെ കൺവെൻഷൻ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. 5ാമത്തെ ആണോ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് 5ാമത്തെ. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇത് എനിക്ക് തോന്നുന്നു 1ാമത്തേന് ഞാനാണോ വന്നേ? അല്ലേ, ആണോ വന്നേ 1ാമത്തെ? അപ്പോൾ അത് കഴിഞ്ഞാണ് എന്തോ ഉണ്ടായത്? നിങ്ങൾ സൂക്ഷിച്ചോണം. എന്താണ്? 1ാമത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോഴാണ് എന്തുണ്ടായത്? കൊറോണ ഉണ്ടായത്. വളരെ ശ്രദ്ധിച്ച് കേട്ടോണം, കൊറോണ ഉണ്ടായത്. അപ്പം അന്ന് ഏകദേശം കൊറോണ ഒക്കെ വ്യാപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. അന്ന് വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ ബിനോജ് അച്ഛൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബിനോജ് മുളവരിക്കൽ അച്ഛൻ, പാട്ട് എഴുതുന്ന അച്ഛൻ എന്ന് പ്രസംഗിച്ചായിരുന്നു ഇവിടെ. നിങ്ങൾ ഓർക്കുന്നോ? നിങ്ങൾ ഓർക്കുന്നില്ല. അച്ഛനാണ് അന്ന്, ഞാൻ ഒരു ദിവസം എനിക്ക് വരാൻ പറ്റാതായപ്പോൾ അച്ഛനാണ് ഇവിടെ പ്രസംഗിച്ച അന്ന് 2ാമത്തെ ദിവസമാണ് തോന്നുന്നു. അപ്പോൾ അച്ഛൻ അന്ന് റോമിൽ നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 ദിവസം കഴിയുമ്പോഴാണ്, എനിക്കൊന്നൊരു 17-ാം തീയതി എങ്ങാണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അന്നേരം ഈ റൂട്ട് മാപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഈ ആളുകൾ സഞ്ചരിച്ച വഴികളെല്ലാം. അന്നേരമാണ് പെട്ടെന്ന് വന്നത്, നിങ്ങൾ വിദേശത്തു നിന്ന് വന്ന ആളുകളെല്ലാം പോയി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരമാണ് ദൈവമേ അതിൻ്റെ ഭയാനകമായ കാര്യം ഞാൻ ഓർത്ത്, ദൈവമേ ഈ അച്ഛൻ എവിടുന്ന് വന്നതാണ്? വിമാനത്തെ യാത്ര ചെയ്ത് വന്നതാണ്. അപ്പോൾ ആ അച്ഛൻ റൂട്ട് മാപ്പ് എടുത്താൽ ആ റൂട്ട് മാപ്പിനകത്ത് ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും. ഈ കൺവെൻഷൻ വന്ന ഒട്ടുമുക്കാറ് എല്ലാ ആളുകളും ഉണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു, ദൈവമേ ഈ അച്ഛന് കൊറോണ വന്നാൽ, അച്ഛന് കൊറോണ ഉണ്ടെങ്കിൽ എനിക്കും കൊറോണ ഉണ്ടാവും, പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും കൊറോണ ഉണ്ടാവും, ഇവിടെയുള്ള എല്ലാവർക്കും കൊറോണ ഉണ്ടാവും. മൂവാറ്റുപുഴ കൺവെൻഷന് വന്നാൽ ഒട്ടുമുക്ക ആളുകൾക്കും കൊറോണ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കൂടെ അച്ഛനെ വിളിച്ച് ചോദിക്കുമായിരുന്നു, അച്ഛാ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തുമ്മൽ, മൂക്കൊലിപ്പ്, പിന്നെ നെഞ്ചുവേദന, അങ്ങനെ ശ്വാസം മുട്ട് അച്ഛന് കുഴപ്പം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയും തോറും, അപ്പോൾ കൊറോണ വന്നപ്പോൾ സമയത്തെ കേട്ടോണേ, കൊറോണ വന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുക ഇയാൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ സമയം കളയാന്ന് അല്ലേ? ചിലരെങ്കിലും വിചാരിക്കും. എന്തിനെന്നറിയാമോ? നമുക്ക് നേരെ വചനത്തിലൂടെ കയറാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നിങ്ങൾ ഞാനും തമ്മിൽ ഒരു സ്നേഹം രൂപപ്പെടണം. ഇല്ലാതെ എനിക്ക് ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാ പറയുന്നതല്ലേ. അതുകൊണ്ട് അത് രൂപപ്പെടാൻ അധ്യാപകർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഐസ് ബ്രേക്കിംഗ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതാണ് സിസ്റ്ററെ. അതുകൊണ്ട് സിസ്റ്റർ വിഷമിക്കേണ്ട, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞാലേ അതിങ്ങനെ രൂപപ്പെട്ട് വരും. അത് കഴിയുമ്പോൾ ഞാൻ കയറും കേട്ടോ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എന്തിനെന്നറിയാം, നിങ്ങൾ അവിടെ 2 പേര് ചിന്തിച്ചാൽ അത് എപ്പോഴും എൻ്റെ മനസ്സിൽ വരും. നിങ്ങൾ ചിന്തിക്കുന്ന ഇങ്ങനെ വരും ഇങ്ങനെ. അപ്പോൾ 2 പേര് ചേച്ചി ഇങ്ങനെ ചിന്തിച്ച്, എന്താ ചിന്തിച്ചത്? അത് ഇയാൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് സമയം കളയല്ല കേട്ടോ. ഇത് അത്യാവശ്യമാണ്. ഇത് ഒരു സംഭവം ഉണ്ടാവണം, എന്നാലേ അങ്ങോട്ട് കയറാൻ പറ്റും. ഓക്കെ, കേട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ കോവിഡ് വന്ന സമയത്ത് നമ്മൾ നേരിട്ടത് ഈ പുരുഷായുസിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തത്തെയാണ്. നമ്മളാരും നമ്മുടെ ആയുസ്സിൽ നേരിട്ടിട്ടില്ലാത്ത ഒരു ദുരന്തത്തെയായിരുന്നു അന്ന് നമ്മൾ നേരിട്ടത്. ഞാൻ പറയുന്നത് എന്തെന്നറിയോ, ഇനിയുള്ള കാലത്ത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത എക്സ്പീരിയൻസസ് ഒരു ജനത എന്ന നിലയിൽ നമുക്കുണ്ടാവും.
അപ്പം നമ്മൾ ഭയപ്പെടരുത്. ഇതൊക്കെ ഈശോ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് വിശ്വാസത്യാഗം. അതുകൊണ്ട് നിങ്ങളുടെ കൺമുമ്പിൽ ഒരിക്കൽ വിശ്വാസമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിച്ച പലരും വിശ്വാസം ഉപേക്ഷിക്കുന്നത് കണ്ടാൽ നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ ഓർത്തിരുന്നോ, ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ. അതായത് നിങ്ങളിങ്ങനെ ഒരു കാലത്ത് നിങ്ങൾ വിശ്വാസത്തിൻ്റെ ആൾരൂപങ്ങളായിട്ട് കണ്ട ആളുകൾ ചിലപ്പോൾ വിശ്വാസം ഉപേക്ഷിച്ച് വിശ്വാസത്തെ തള്ളിപ്പറയുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾ പേടിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഇത് ഈശോ പറഞ്ഞിട്ടുള്ളതാണ്, വിശ്വാസത്യാഗം ഉണ്ടാവും. പക്ഷെ അപ്പോഴും ദൈവം ഒരു അവശിഷ്ട ഭാഗത്തെ നിലനിർത്തും. എന്തിനാണ് സുവിശേഷ യോഗങ്ങളെന്നറിയാമോ? ഈ അവശിഷ്ട ഭാഗത്തെ ഒരുക്കുന്ന പരിപാടിയുടെ പേരാണ് ധ്യാനയോഗങ്ങൾ, വചന ശുശ്രൂഷകൾ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായ? ഏത് പ്രതിസന്ധി വന്നാലും സഭയോടും യേശുവിനോടും വിശ്വാസത്തോടും മറുതലിക്കാതെ നിൽക്കാൻ ഒരവശിഷ്ട ഭാഗത്തെ, അതായത് വലിയ ചലഞ്ചിങ് ആയ ടെംപ്റ്റേഷൻസ് വരും. അത് വരുമ്പോഴും അടിപതറാതെ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ ഒരു അവശിഷ്ട ഭാഗം രൂപപ്പെടാൻ ദൈവം ഒരുക്കുന്ന സന്ദർഭങ്ങളാണ് ഇതെല്ലാം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വചനം കൊണ്ട് കരുത്താർജിക്കേണ്ടത്. ശക്തി ആർജിച്ച് വചനം കിട്ടി ബലപ്പെട്ട് നമ്മൾ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കണം. അത് ഏലിയായോട് പറയുകയാണ്, നീ വിചാരിക്കുന്ന പോലല്ല, നീ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, ഞാനൊരു അവശിഷ്ട ഭാഗത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു ഹൈന്ദവ സഹോദരി യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് മാമോദീസ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം എന്നോട് കഴിഞ്ഞ 19-ാം തീയതി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോഴും എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛൻ്റെ കൈ കൊണ്ട് മാമോദീസ സ്വീകരിക്കണം, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ എന്നാ പറ്റുന്നതെന്ന്. അപ്പം അത് പറഞ്ഞിട്ട് ആ സഹോദരി പറഞ്ഞു, പക്ഷെ അച്ഛാ എനിക്ക് വലിയ സങ്കടമുണ്ട്. എന്തെന്നറിയാമോ, ഞാനിങ്ങനെ ഒരു ഹൈന്ദവ സഹോദരി യേശുവിൻ്റെ വില അറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ വീട്ടിലെ പ്രതികൂലങ്ങൾ മറന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോഴും എൻ്റെ അയൽവക്കത്ത് പള്ളിയിൽ പോകുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് എന്ത് ചെയ്ത് മറ്റ് ചില മതങ്ങളിലെ ആരാധനാലയങ്ങളിലെ പ്രധാനപ്പെട്ട പരിപാടികൾ നടത്താനായിട്ട് പോകുന്നത്. മനസ്സിലായോ? ഇത് ജനത്തിനിടയിൽ മാത്രമല്ല, ഇത് അനേക ആളുകൾ യേശുവിൻ്റെ വില എറിഞ്ഞ് ജീവൻ പോലും. ഇപ്പം ഛത്തീസ്ഗഡിലുള്ള നമ്മുടെ മിഷൻ സെൻറ്റർ അടച്ചിരിക്കുകയാണ്. ഇപ്പം മിഷൻ സെൻറ്റർ അടച്ചിരിക്കുകയാണ്. കാരണം ഞായറാഴ്ച വാളും വടിയായിട്ട് വന്ന് ആളുകൾ അത് ഇവിടെ പ്രാർത്ഥന നടത്തിയാൽ വെട്ടും, അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് മിഷൻ സെൻറ്റർ അടച്ചിരിക്കുകയാണ്. പക്ഷെ ആ മിഷൻ സെൻറ്റർ അടയ്ക്കുമ്പോഴും ഞങ്ങൾ യേശുവിനെ അടികൊണ്ടാലും ഇടികൊണ്ടാലും വെട്ടേറ്റാലും ജയിലിലിട്ടാലും ഞങ്ങൾ യേശുവിനെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് ഛത്തീസ്ഗഡിലെ പാവപ്പെട്ടവർ യേശുവിനെ വിട്ടുമാറാതെ നിൽക്കുമ്പോഴാണ് സാമ്പ്രദായിക പരമ്പരാഗത ക്രിസ്ത്യാനികൾ വിശ്വാസത്തിന് ഒരു വിലയില്ലാതെ ബാക്കി എല്ലാത്തിനെയും വലിയ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയാം, ഇത് വളരെ സൂക്ഷിച്ച് ഞാൻ പറയും, വളരെ ബോധപൂർവമാണ് ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. എന്തെന്നറിയാമോ? അപ്പോൾ ഇനിയൊരു കാലത്ത് എന്തെന്നറിയാമോ, നാളെ ഒരു കാലത്ത് ചിലപ്പോൾ ഇതുപോലെയുള്ള വേദികളിൽ നിന്ന് ചിലപ്പോൾ ആളുകൾ പറഞ്ഞെന്ന് വരാം, എല്ലാ മതങ്ങളും ഒന്നാണ്, നിങ്ങളതിൽ പെടരുത്. അത് വിശ്വാസത്യാഗത്തിൻ്റെ പരീക്ഷണമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് ചിലപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം, എന്താണ്, എല്ലാ മതങ്ങളും ഒന്നാണ്, യേശു ഏകരക്ഷകനൊന്നുമല്ല. ഇന്ത്യ പോലൊരു രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ സുവിശേഷ വേല അവസാനിപ്പിക്കണം എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാലും നിങ്ങൾ ആ പ്രലോഭനത്തിന് വഴിപ്പെടരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ അധികം താമസിക്കാതെ ഇതുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? നിങ്ങൾ ഒരാളോടും സുവിശേഷം പറയണ്ട. നിങ്ങൾ പള്ളിയിൽ പോവുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക, ആരോടും ഒന്നും പറയാൻ പോകണ്ട, യേശുവിനെ ഒന്നും പ്രഘോഷിക്കണ്ട എന്ന് നിങ്ങളോട് ചില ആളുകൾ പരസ്യമായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഓർത്തോണം, എന്താണ് ഇത്? യേശു പ്രവചിച്ച വിശ്വാസത്യാഗത്തിന്റെ 1ാം ക്ലാസ്സാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡാണത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായിക്കോണം. ഇതിങ്ങനെ നമ്മൾ ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 100% ഒരു തർക്കമില്ലാതാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങി അടുത്ത സ്ഥലത്ത് തുടങ്ങി അടുത്ത സ്ഥലത്ത് തുടങ്ങി ഇതിങ്ങനെ ഒരു കാട്ടുതീ പോലെ പടരും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനി ബാക്കി അതിൻ്റെ കാര്യങ്ങൾ ഈ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ മനസ്സിലിതിരിക്കട്ടെ, എന്തെങ്കിലും ഒരു കാലത്ത് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ
ഒരു പാവപ്പെട്ട സുവിശേഷകൻ വചനവേദിയിൽ നിന്ന് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയെങ്കിലും ചെയ്യുക. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ നാട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ വിശ്വാസ കൂട്ടായ്മകളിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വളരെ ജാഗ്രതയോടെ. നിങ്ങൾ ഒറ്റപ്പെടും, ഒരു സംശയമില്ല, ഒറ്റപ്പെടും. യേശു ഏകരക്ഷകനാണ് എന്ന് പറയുന്നവർ ഒറ്റപ്പെടും, സുവിശേഷ വേല ചെയ്യണം എന്ന് പറയുന്നവർ ഒറ്റപ്പെടും. അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാവരെയും തൊളെ കൈയിട്ട് എല്ലാത്തിനെയും എല്ലാം സത്യമാണെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നവർ ഒറ്റപ്പെടും, അവർ പീഡിപ്പിക്കപ്പെടും. പക്ഷെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി അപ്പസ്തോലനായ പൗലോസ് പിന്നെ അത് അടിയുറച്ച് നിൽക്കാൻ വേണ്ടി ഈ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഹെബ്രായ ലേഖനം. അതിനകത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത്. ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഈ വലിയ വിശ്വാസത്തെ ഉപേക്ഷിച്ച് പോകരുത് എന്ന് പറയുകയാണ്. ഞാൻ ചില വചനങ്ങൾ, ഇത് ആമുഖത്തിൻ്റെ ഭാഗമാണ്, അപ്പോൾ അതൊന്ന് ഞാൻ ചില വചനങ്ങളൊന്ന് വായിക്കാം. അത് ആത്മാവ് അങ്ങനെ പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വായിക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം, ഹെബ്രായ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 1-2 തിരുവചനം. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 1-2 ഉറക്കെ വായിക്കാമോ? അതാരാ വായിച്ചേ? ഇപ്പം ആരാ വായിച്ചേ? മിനി ചേച്ചിയാണ്. മിനി ചേച്ചി വായിച്ചേ, ഉറക്കെ. എല്ലാവരും വായിച്ചേ, ഉറക്കെ വായിച്ചേ. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഒരിക്കൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, വായിക്കാം, അവയെ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഉച്ചത്തിൽ വായിച്ചേ, എല്ലാവരും വായിച്ചേ. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയെ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ, അടുത്ത വാക്യം, ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്നവർ എങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും? ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിന് തക്ക ശിക്ഷ, നിയമലംഘനത്തിനും അനുസരണക്കേടിനും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ, കേൾക്കുന്നുണ്ടോ? ഇത്ര വലിയ രക്ഷയെ അവഗണിക്കുന്ന നാം എങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും? ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞത് ആണോ നിങ്ങൾക്കത്? ഈ രക്ഷ നിങ്ങൾക്ക് അത്ര വലുതാണോ? നാളെ നിങ്ങളെ ജയിലിൽ അടച്ചാൽ നിങ്ങൾ പറയുവോ, എനിക്ക് വലുത് രക്ഷയാണ്, യേശു ആണെന്ന് പറയുവോ? എന്നോട് നിങ്ങൾ എന്നെ ബോധിപ്പിക്കാൻ പറയണ്ട. നിങ്ങളോട് ചോദിച്ചാൽ മതി. നാളെ നിങ്ങളെ ഈ കാര്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ പറയുമോ, എനിക്ക് അത് വലുതല്ല, അതെനിക്ക് വലുതല്ല, എൻ്റെ അപമാനം എനിക്ക് വലുതല്ല, എനിക്ക് വലുത് എൻ്റെ രക്ഷയാണ്, എൻ്റെ യേശുവാണ്. പറഞ്ഞ ഹല്ലേലൂയ. കണ്ടോ, അപ്പസ്തോലൻ പറയാണ് ഇത്ര വലിയ രക്ഷ. അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ക്രിസ്തു എനിക്ക് വിലപ്പെട്ട ഒരാളായതുകൊണ്ട് മറ്റെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഉച്ഛിഷ്ടം പോലെ ക്രിസ്തു എനിക്ക് അത്ര വലിയ ഒരാളായതുകൊണ്ട് ഞാൻ ബാക്കിയെല്ലാം ഉച്ഛിഷ്ടം പോലെ, ചപ്പും ചവറും പോലെ എണ്ണുകയാണ്. അപ്പൊ ഈ ചോദ്യമാണ് ചോദിക്കുന്നത്, ഇത്ര വലിയ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെയാണ് ഒഴിവാക്കപ്പെടുന്നത്? പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി അടുത്തത് ഒരു വചനം കൂടെ വായിച്ചോ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം, ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഹെബ്രായർ 10:29 വായിക്കാം. ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും, അതായത് ക്രിസ്തുവിനെ ഒരു 2-ാം സ്ഥാനത്തേക്ക് തരം താഴ്ത്തുകയും, ക്രിസ്തുവിനെ ജീവിതത്തിന്റെ പ്രഥമ ഗണനയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയും, 1-ാം സ്ഥാനത്ത് നിന്ന് വലിച്ചു താഴെയിടുകയും, ദൈവപുത്രനെ പുച്ഛിക്കുകയും, വായിക്കാം, തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ
അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 32 നിങ്ങൾ 32 വായിക്കേ അയ്യേ വായിക്കേ. നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കണം. കണ്ടോ? അതായത് ഒരു വിശ്വാസം ഒരു ദേശത്ത് രൂപപ്പെടുന്നതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ, വിശ്വാസം ഒരു ദേശത്ത് രൂപപ്പെടുന്നതിന് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒഴുക്കപ്പെട്ട ചോരയുടെയും കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നിലവിളിയുടെയും രേഖപ്പെടുത്തപ്പെടാത്ത ചരിത്രങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ വിശ്വാസം രൂപപ്പെട്ടതിൻ്റെ പിന്നിൽ എത്രയോ മനുഷ്യരൊഴുക്കിയ വിയർപ്പും ചോരയും കണ്ണുനീരും ഉണ്ട്. അതൊന്നും എഴുതപ്പെട്ടിട്ടില്ല, അതൊന്നും ഒരു നാൾവഴി ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഞാൻ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്, രാജാക്കാടല്ല, രാജപുരത്ത് ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി പാർത്ത കുറേ ക്രിസ്ത്യാനികൾ ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ കുടിയേറി പാർത്തവരാണ്. ഇപ്പം ഞാൻ ആ രാജപുരത്തെ കൺവെൻഷനിൽ ചെന്നപ്പോൾ അവിടെയുള്ള പള്ളിയിൽ പകൽ സമയത്ത് ഇരുന്ന് കുറച്ചു നേരം പോയിരുന്ന സമയത്ത് എന്നോടൊരാൾ പറഞ്ഞു, അച്ഛാ, കുടിയേറ്റത്തിൻ്റെ ആരംഭകാലത്ത് ജീവിക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ട്, ജീവിക്കാൻ വേണ്ടി പാടുപെട്ട് ഈ ദൂരം താണ്ടി എത്തിയ ഒരു ജനത, നമ്മുടെ പൂർവികർ, ആ ജനത ആ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഈ മുള്ളും മരടും മൂർഖനും നിറഞ്ഞ വഴികളിൽ മലമ്പാമ്പിനോടും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളോടും പിന്നെ മലേറിയ, കോളറ, വസൂരി തുടങ്ങിയ പകർച്ചവ്യാധികളോടുമൊക്കെ പൊരുതി ജീവിതം രൂപപ്പെടുത്താൻ ഈ ജനത ആരംഭിച്ച ആ പ്രതിസന്ധിയുടെ പ്രതികൂലത്തിൻ്റെ കാലത്ത് ഒരു കുടില് കെട്ടി മക്കളെ തോരാതെ പെയ്യുന്ന മഴയിൽ ചോരാതെ കിടക്കാൻ ഒരു കുടില് കെട്ടി താമസിപ്പിക്കുന്നതിന് മുമ്പ് അവരൊരു പള്ളി കെട്ടി. വീടുണ്ടാക്കുന്നതിന് മുമ്പേ ആ ജനത ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ അവർ പോയി ദൈവത്തെ ആരാധിച്ചു, അടുത്ത തലമുറയെ വിശ്വാസം പഠിപ്പിച്ചു. ഇന്ന് കേരളത്തിൽ വിശ്വാസം ഇത്രയും സജീവമായിരിക്കുന്നതിൻ്റെയും പ്രബുദ്ധമാക്കപ്പെട്ടൊരു ജനത ഉണ്ടായതിൻ്റെയും വചനമറിയാവുന്ന, തിരുസഭയെ ആഴമായിട്ട് മനസ്സിലാക്കുന്ന, ആരാധനകളിൽ സജീവമായി പങ്കെടുക്കുന്ന, വിവിധ സഭകളിലായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു മഹാജനത രൂപപ്പെട്ടതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അറിയപ്പെടാത്ത ഇതുപോലെയുള്ള അനേകം ചരിത്രങ്ങളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലത്. മനസ്സിലായോ? ഇറവെള്ളം വീഴുന്ന പുലരികളിൽ കുഞ്ഞുമക്കളുടെ കയ്യിൽ പിടിച്ച് ചേലത്തുമ്പിലും തുണത്തുമ്പിലും മക്കളെ കൂട്ടിക്കെട്ടി പുലരി വെളിച്ചമാകുന്നതിന് മുമ്പേ കാട്ടുമൃഗങ്ങളെ എഴുജന്തുക്കളെയും ഭയപ്പെട്ട് പള്ളിയിലേക്ക് പോയ ഒരു പഴയ തലമുറ അവശേഷിപ്പിച്ച വിശ്വാസത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ വിശ്വാസം. അതാണ് നമ്മൾ തലയ്ക്ക് മേളിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്നറിയാമോ? ഇത് എഴുതപ്പെട്ടിട്ടില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ജനത വിശ്വാസത്തിന് വേണ്ടി ചൊരിഞ്ഞ ചോരയുടെ റെക്കോർഡുകളില്ല, ഇല്ല, വളരെ ചുരുക്കമേ ഉള്ളൂ. പ്രത്യേകിച്ച് കേരള ജനത വിശ്വാസത്തിന് വേണ്ടി ചെയ്ത, അല്ലെ വിശ്വാസം ഇവിടെ രൂപപ്പെടാൻ വേണ്ടി നടത്തിയ ആ ചരിത്രം അങ്ങനെയൊന്നും ഇല്ലത്. അപ്പസ്തോലൻ പറയാണ്, ഇത് ആകെയുള്ളത് എവിടെന്നറിയാമോ? ഇത് മനുഷ്യന്റെ ഓർമ്മകളിലാണ്. ഓർമ്മകളിൽ ഇത് കിടപ്പുണ്ട്. ഇത് മറന്നു പോകരുതെന്ന്. എങ്ങനെയാണ് ഈ വിലപ്പെട്ട വിശ്വാസം കിട്ടിയതെന്ന് മറന്നു പോകരുതെന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ഈ ബൈബിള് ഇപ്പൊ ഒരു 100-200 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം കിട്ടും, ഇത് കിട്ടും, ഈ പുസ്തകം കിട്ടും. അപ്പൊ ഇത്രയും ഒരു 200 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യനൊരു സുവിശേഷം, ഒരു വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിന് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. അപ്പോൾ ഒരു 200 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ബൈബിള് കിട്ടുമെങ്കിൽ 200 രൂപ കൊടുത്ത് വാങ്ങിച്ച പല ആളുകൾക്കും ഇതിന് 200 രൂപയുടെ വിലയുള്ളൂ. എന്നാൽ ഇത് എഴുതപ്പെട്ടതിൻ്റെയും ഇത് നമ്മൾ സംസാരിക്കുന്ന പ്രാദേശിക ഭാഷയിൽ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ കരങ്ങളിലും ഇത് എത്തുന്നതിൻ്റെയും പിന്നാമ്പുറങ്ങളിൽ ചോരയും ജീവനും കൊടുത്ത മനുഷ്യരുടെ, അവരെടുത്ത കഷ്ടപ്പാടിൻ്റെയും അവരുടെ കണ്ണുനീരിൻ്റെയും ചരിത്രം അറിയാവുന്നവന് ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് 1000 കൊല്ലം കൊണ്ട് ഈ ഗ്രന്ഥം രൂപപ്പെടുത്തിയതെന്ന് ഇതിൻ്റെ ചരിത്രം അറിയാവുന്ന, വിലയറിയാവുന്ന ഒരാൾക്ക് ഇതിന് 200 രൂപയുടെ വിലയല്ല. ഇതിന് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ വിലയാണ്, ദൈവവചനത്തിൻ്റെ വിലയാണ്, ദൈവത്തിൻ്റെ വിലയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അപ്പൊ 200 രൂപയുടെ വിലയുള്ളെങ്കിൽ നിങ്ങൾ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയുടെ 10-1 വില പോലും ഇതിനില്ല, 20-1, 30-1 വില പോലും ഇല്ല, 200 രൂപയുള്ളെങ്കിൽ. പക്ഷെ ഇത് നമ്മുടെ കയ്യിലെത്താൻ മനുഷ്യൻ ചൊരിഞ്ഞ കണ്ണീരിൻ്റെയും രക്തത്തിൻ്റെയും വില അറിയാവുന്നവന്
ഇതിന് സ്വന്തം ജീവനേക്കാളും വിലയുണ്ട്. അതുകൊണ്ട് അപ്പസ്തലൻ പറയുന്നു, മറന്നു പോവല്ലേ എന്ന്. മറവി ചില സന്ദർഭങ്ങളിൽ മാരക പാപമാണ്. മറന്നുപോയതാണ് പാപം. എങ്ങനെ ഇവിടെ എത്തി എന്ന് മറക്കാൻ പാടില്ലായിരുന്നു. എങ്ങനെ നമ്മളായി എന്ന് മറക്കാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ഒരു വിശ്വാസത്തിന്റെ വീരചരിതം ഈ ദേശത്ത് രൂപപ്പെട്ടതെന്ന് മറക്കാൻ പാടില്ലായിരുന്നു. പാടിപ്പതിഞ്ഞ ഗാനങ്ങളിലോ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലോ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് വെളുത്ത താളുകളിൽ എഴുതപ്പെട്ട ചരിത്ര രേഖകളിലോ ഇതില്ല. ഇതെവിടെയുള്ളൂ? ഇതൊരു വിശ്വസിക്കുന്ന ജനതയുടെ ഓർമ്മകളിലേ ഉള്ളൂ, തലയിലേ ഉള്ളൂ. അത് മറന്നു പോകരുതെന്ന് പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് എത്തി കഷ്ടപ്പാടുകളോട് പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലത്തെ നിങ്ങൾ ഓർക്കണം. വായിക്കേ, ഹെബ്രായർ 10:32. നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം, വായിക്കേ, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കുവിൻ. പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ ഈ അച്ഛനായ സമയത്തെ, അച്ഛനായി ആദ്യത്തെ കുർബാന ചൊല്ലുന്ന സമയത്ത്, ആര്യങ്കാവ് പള്ളിയിൽ കുർബാന ചൊല്ലുന്ന സമയത്ത്, അപ്പോൾ അവിടെ ഞാൻ അച്ഛനാവുന്നതിന് മുമ്പേ അച്ഛന്മാരായ ആളുകളുണ്ട്, നേരത്തെ ചേട്ടന്മാരായ ആളുകളുണ്ട്. അപ്പോൾ അതിലെ ഒരു അച്ഛൻ ആശംസ പറഞ്ഞ കൂട്ടത്തിൽ, ആശംസയൊക്കെ പറയുമല്ലോ അന്ന് അല്ലേ, അപ്പോൾ അന്ന് ആശംസ പറഞ്ഞ കൂട്ടത്തിൽ അന്ന് ഒരച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് അത് ഇങ്ങനെ കേട്ടപ്പോൾ ചില ആളുകളൊക്കെ അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചു. പറഞ്ഞ വാചകം ഇതായിരുന്നു, മോനെ ഡാനിയലെ, എനിക്ക് നിനക്കൊരു ഉപദേശം തരാനുണ്ട്. അച്ഛൻ പ്രസംഗിക്കുകയാണ്. അതായത് എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, എനിക്ക് നല്ല കാര്യമാണ് പറയാനുള്ളത്. പിന്നെ നീ എൻ്റെ അനിയനായതുകൊണ്ടും നിന്നോട് എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും കൂടപ്പറപ്പിനെ പോലെ ഞാൻ നിന്നെ കരുതുന്നുകൊണ്ടും ഞാൻ ഒരു കാര്യം പറയുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും മുമ്പിൽ ഇരിപ്പുണ്ട്. പാവപ്പെട്ട അപ്പനും അമ്മയാണ്, എൻ്റെ പാവപ്പെട്ടവരാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും മുമ്പിലുണ്ട്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, നീ എവിടെ പോയാലും എന്തായാലും വന്ന വഴി മറക്കരുത്. അപ്പം അന്ന് അത് കേട്ടപ്പോൾ അന്ന് ചില ആളുകൾ പറഞ്ഞു, അച്ഛനെന്താ അങ്ങനെ പറഞ്ഞേ. പക്ഷെ ഇന്നിപ്പോൾ 10-20 കൊല്ലം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ 1000 പൊന്നാണയങ്ങൾ കൊടുത്താൽ വാങ്ങാവുന്ന വില പിടിച്ചൊരു വസ്തുവിനേക്കാളും വിലയുണ്ട് ആ പറഞ്ഞ വാചകത്തിന്. വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്. നീ ആരുടെ മകനാണെന്നും ഏത് വീട്ടിലാണ് ജനിച്ചതെന്നും നിന്റെ മാതാപിതാക്കൾ ആരാണെന്നും നീ ഏത് നാട്ടിൽ നിന്ന് വന്നതാണെന്നും മറക്കാൻ പാടില്ല. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? അത് ഈ മനസ്സിൽ മായാതെ കിടക്കുന്ന ഓർമ്മകളിലും വാചകങ്ങളിലും ഒന്നതാണ്. വന്ന വഴി മറക്കാൻ പാടില്ല. പെട്ടെന്ന് മറക്കാൻ പറ്റും, മറന്നു പോകും നമ്മൾ. കാരണം എന്താ പറയുക, അതുപോലൊരു മായിക ലോകത്തിൽ നമ്മൾ എത്തിപ്പെടും. പെട്ടെന്ന് നമ്മൾ മറന്നു പോകും, നമ്മൾ ആരായിരുന്നു എന്നും ഇവിടെ നിന്ന് ഒന്നും എല്ലാം മറന്നു പോകും. അപ്പസ്തലൻ പറയാണ്, മറക്കരുത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മാരക പാപമാണ് മറവി. ഒന്നും മറക്കാൻ പാടില്ല. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യണം, മറക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങൾ ഓർക്കണം. പറഞ്ഞ ഹല്ലേലൂയാ. ഇനി ഒരിത്തിരി ദൈവശാസ്ത്രം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പരിശുദ്ധ കുർബാന മനുഷ്യന് ഒരു ആസ്വാദ്യകരമായ ആഹ്ലാദകരമായ അനുഭവമാകാത്തത് എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഒത്തിരി പേർക്കുണ്ട്, എന്നാലും കുറേയധികം പേർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ പ്രവേശിച്ചിട്ടില്ല. അതൊരു ഭയങ്കര അനുഭവം ആകുന്ന ആളുകൾ കുറവാണ്. എല്ലാവരും പങ്കെടുക്കുന്നൊക്കെ ഉണ്ട്, വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും കുർബാന എന്ന് പറഞ്ഞാൽ അത് ജീവനായിട്ട് അർപ്പിക്കുന്ന ആളുകൾ, അങ്ങനെ കുർബാനയുടെ ആ ലഹരി കിട്ടുന്നവർ കുറവാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്തെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിലെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചുമുള്ള റെഫറൻസ് സാധാരണഗതിയിൽ നമ്മുടെ ഈ കുർബാന ക്രമത്തിൽ ഇല്ല, അല്ലെങ്കിൽ കുറവാണ്. തീരെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല,
വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ ചുരുക്കം ചില റെഫറൻസുകൾ ഒഴിച്ചാൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയാലോ ഒരു കുർബാന ഒരു കരിസ്മാറ്റിക് യോഗത്തിന് പോയാലോ അങ്ങനെയൊക്കെയുള്ള പോകുമ്പോൾ മനുഷ്യന് ദൈവമേ കാണുന്ന ഈ രോഗം പ്രയാസം അത് പിന്നെ നൊവേന ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോഴൊക്കെ ഇതെല്ലാം മനുഷ്യൻ്റെ ഭൗതിക പ്രശ്നങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സാധാരണ ആളുകൾക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനകളോട് കുറച്ചുകൂടി ഒരു ആഭിമുഖ്യമുണ്ട്. അപ്പോൾ ആ ആഭിമുഖ്യം അതിനോട് കൂടുകയും, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, അങ്ങനെ ഒരു ആഭിമുഖ്യം കൂടുകയും ഇങ്ങനെ ഇപ്പോൾ കുർബാന എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ധ്യാനത്തിന്, പകൽ ധ്യാനത്തിന് ഈ വചനവും ആരാധനയും പ്രാർത്ഥനയും എല്ലാം തുള്ളി ചാടി മറിഞ്ഞ് തലകുത്തി മറിഞ്ഞ് പരിസരം മറന്നൊക്കെ നിൽക്കുന്നവർ കുർബാനയാകുമ്പോഴത്തേന് അപ്പോൾ അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. ഇത് അതായത് ആ പഴയ ഒരു സംഭവം ഈ കുർബാനയ്ക്ക് വരുമ്പോൾ ഇല്ല. അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അതെന്താപ്പാ അതില്ലാത്ത. ഈ തലകുത്തി പറഞ്ഞ ആൾ തന്നെ ഇത് നേരത്തെ, പക്ഷെ ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു മടുപ്പുണ്ട്. ഞാൻ പറയാൻ പോകണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പം അതിൻ്റെ കാരണം ഇതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ജഡത്തെ കൊഴുപ്പിക്കുന്നതൊന്നും സത്യം പറഞ്ഞ് ഇതിനകത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ പറയാം. ജഡത്തെ കൊഴുപ്പിക്കുന്നത്, ഇപ്പം ജഡത്തെ കൊഴുപ്പിക്കുന്നത് എന്താ? ഇപ്പം കൺവെൻഷൻ പന്തലിൽ ഒരു 3 ഇരട്ടി നിങ്ങളെ ആവേശത്തിലാക്കാൻ എനിക്ക് അറിയാം. എങ്ങനെയെന്നറിയാമോ? വേറെ ചില സാധനങ്ങൾ പറഞ്ഞാൽ മതി. വേറെ ചില സാധനം. ഇന്ന് രാത്രി നീ സങ്കല്പിച്ചിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ വീട്ടുമുറ്റത്ത് എത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ 4 പേര് എഴുന്നേറ്റ് നിന്ന് വല്ലയിലേ പറയും. എനിക്ക് ഉറപ്പായത്, ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളത് ഇത്, ഞാൻ ഒരുപാട് ഇത് കണ്ടിട്ടുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്താ പറയുക, അത് ജഡത്തെ കൊഴുപ്പിക്കുന്നതാണ്. ഈ ജഡത്തെ കൊഴുപ്പിക്കുന്നതാണ് പോപ്പുലർ. പറഞ്ഞേ ഹല്ലേലൂയ. കുർബാനയിൽ ജഡത്തെ കൊഴുപ്പിക്കുന്നത് ഒത്തിരി എന്നല്ല, തീരെ ഇല്ലെന്ന് മാത്രമല്ല, ഉള്ളതെന്താ വളരെ അടിസ്ഥാനം. ഇതൊക്കെ മനസ്സിലായ ഒത്തിരി കാര്യം പിടികിട്ടും. വളരെ ശ്രദ്ധിച്ചിരുന്നു. കുർബാനയിൽ ഉള്ളതെന്താണെന്നറിയാമോ? കർത്താവായ യേശു നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് കുർബാനയുടെ ഭൂരിഭാഗം സമയവും കൈയടക്കിയിരിക്കുന്നത്. മനസ്സിലായോ? നിന്റെ ക്യാൻസർ ഒന്നും അതിനകത്തില്ല, നിന്റെ ഐൽസ് അതിനകത്തില്ല, കാനഡപ്പൊക്കില്ല, നിന്റെ പിന്നെ എന്താണ് OET ഇല്ല, കേറ്ററ്റില്ല, പിന്നെ നെറ്റില്ല, പിന്നെ കടബാധ്യതയില്ല. ഇതെല്ലാം ആവശ്യമാണ്, ഇതെല്ലാം വേണം. പക്ഷെ കുർബാനയിലില്ല. വളരെ ചുരുക്കം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നൊക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 1-2 റെഫറൻസ് ഉണ്ടോന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് എന്തെന്നറിയാമോ? ഈ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആത്മാവിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. ആത്മാവിൻ്റെ എന്താ ഉള്ളത്? വളരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ, അല്ലെ ഇത് മിസ്സാവും. ഞാൻ പറയാൻ പോണേ എന്താന്ന്. ആത്മാവിൻ്റെ എന്താ ഉള്ളതെന്നറിയാമോ? ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളാണ് മുഴുവൻ ഇങ്ങനെ തന്നെയും പിന്നെയും പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇപ്പം മലങ്കരക്കാർക്ക് മനസ്സിലാവാൻ ഞാൻ പറയാം. കുർബാനയുടെ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തിരശീല മാറ്റിയിട്ട് ധൂപം സമർപ്പിച്ചുകൊണ്ട് പുരോഹിതൻ ജനത്തിന് നേരെ തിരിഞ്ഞു വന്ന് അവരെ ധൂപിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന ഏതാണത്? സ്വർഗ്ഗസ്ഥനായ പിതാവേ, കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാന്. ഞാൻ സിറോ മലബാർ കുർബാനയിലോട്ട് വരാം കേട്ടോ. ഇതാദ്യം മലങ്കരക്കാരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് സിറോ മലബാർ, ലത്തീൻ, അതിലേക്കെല്ലാം വരാം. നമ്മളെല്ലാവരുടെ ആളാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഈ കർത്താവെ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മലങ്കരക്കാർ കേട്ടോണേ, എനിക്കൊരു ചോദ്യമുണ്ട്. ചോദ്യം, ഇതെന്തിനാണ് ഇപ്പൊ പറയുന്നത്? കുർബാന തുടങ്ങുന്ന സമയത്ത് ഇത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. എൻ്റെ ദൈവമേ, മനപ്രയാസത്തിലും കഷ്ടപ്പാടിലും കഴിയുന്ന ദൈവമേ, അങ്ങേര് കുടിച്ചിട്ട് ഇന്നലെയും വേണമുണ്ട്. എൻ്റെ ദൈവമേ,
എൻ്റെ പ്രയാസത്തിൽ ഇടപെടണേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാൽ കുർബാനയ്ക്ക് കുറച്ചുകൂടി മൈലേജ് കിട്ടിയേനെ. എന്താ അങ്ങനെ പറയാത്ത? ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണ്, എന്താണ് അങ്ങനെ പറയാത്ത? അത് കുറച്ചുകൂടെ മനുഷ്യനെ ടച്ച് ചെയ്തേനെ. എന്താ അങ്ങനെ പറയാത്ത? അതിന് പറയുന്നതിന് പകരം കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമോ, നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കാൻ ഞങ്ങളോട് കാരണം ചെയ്യണേ. ഒറ്റ ലൈനേ ഉള്ളൂ, ഒറ്റ സെന്റൻസ്. ആ സെന്റൻസിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട രക്ഷയുടെ സംഭവങ്ങൾ പുരോഹിതൻ അനൗൺസ് ചെയ്യുകയാണ്. സംഭവം നമ്പർ 1, യേശുവിന്റെ മനുഷ്യാവതാരം, ക്രിസ്മസ്. മലങ്കരക്കാരന്റെ ഭാഷയിൽ എന്താ? എൽദ. എൽദോ അല്ല, എൽദ. രണ്ടാമത്തേത്, സ്നാപയോഹന്നാനിൽ നിന്ന് യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. മലങ്കരക്കാരന്റെ ഭാഷയിൽ ദനഹ. വളരെ രണ്ട് പ്രധാനപ്പെട്ട തിരുനാളുകളാണിത്. എൽദ, ദനഹ. ജനന തിരുനാൾ, നമ്മുടെ കർത്താവിന്റെ മാമോദീസ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ, ജഡം കൊഴുക്കാത്തോണ്ട് ശ്രദ്ധ പോവും, വളരെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോ പുരോഹിതൻ കുർബാന തുടങ്ങിയ സമയത്ത് 2 അനൗൺസ്മെന്റ് നടത്തി. 1 എൽദ, 2 ദനഹ. എന്ന് പറഞ്ഞാൽ കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ജനിച്ചു, നമ്മുടെ കർത്താവ് മാമോദീസ സ്വീകരിച്ചു. ഈ 2 സംഭവങ്ങളെ പൊതുവായി വിളിക്കാവുന്ന ഒരു പേരാണ്, ഈ വാക്ക് മറക്കരുത്, എപ്പിഫനി. പറ എപ്പിഫനി, പറ എപ്പിഫനി, പറഞ്ഞേ എപ്പിഫനി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ. തെയോഫനി, എപ്പിഫനി എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവം ജനത്തിന് തന്നെ വെളിപ്പെടുത്തിയ 2 സംഭവങ്ങൾ പുരോഹിതൻ അനൗൺസ് ചെയ്യുന്നു. കുർബാന തുടങ്ങാണേ. പരസ്യ ശുശ്രൂഷയിൽ പുരോഹിതൻ അനൗൺസ് ചെയ്യുന്നു, കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമോ, ജനന തിരുനാൾ, നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും മാമോദീസ. ഈ 2 സംഭവങ്ങൾ റെഫർ ചെയ്ത് പുരോഹിതൻ ഒരു പ്രാർത്ഥനയാക്കി ചൊല്ലുന്നു. അപ്പൊ ഈ 2 സംഭവങ്ങളുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ കർത്താവായ യേശു ലോകത്തിന് വെളിപ്പെട്ട 2 സംഭവങ്ങളാണിത്. അവിടുന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന സംഭവം ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി ആര് പ്രത്യക്ഷപ്പെട്ടു? ഹലോ, ആര് പ്രത്യക്ഷപ്പെട്ടു? കുട്ടിച്ചാത്തനോ? ആര്? യേശു പ്രത്യക്ഷപ്പെട്ട നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് ജനിച്ചു എന്ന വാർത്ത ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി ആര് പ്രത്യക്ഷപ്പെട്ടു? എന്താ മോനെ? യേശുവിന്റെ കാര്യം മോനെ പറയണേ. യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ആര് പ്രത്യക്ഷപ്പെട്ടു? നിങ്ങൾ ഉറക്കെ പറയാത്തവനെ കേൾക്കാത്തെ. മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവര് പറഞ്ഞ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആ അറിയിപ്പാണ് അച്ഛൻ ഇപ്പൊ നടത്തിയത്. മനസ്സിലായോ? കർത്താവേ നിന്നെ മാതാവ് പ്രസവിച്ചു. അച്ഛൻ ഇതാ അനൗൺസ്മെന്റ് നടത്തി. ഈ ദൂതന്മാര് നടത്തിയ അനൗൺസ്മെന്റ് ആണ്. ഇനി നമ്മുടെ കർത്താവിന്റെ മാമോദീസയുടെ സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വേറൊരു അനൗൺസ്മെന്റ് ആരാണത് നടത്തിയത്? പിതാവായ ദൈവം. ആ അനൗൺസ്മെന്റ് ആണ് അച്ഛൻ നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാൻ. അപ്പോ മലങ്കരക്കാരെ ശ്രദ്ധിക്കൂ, കുർബാനയ്ക്ക് നിൽക്കുന്ന വിശ്വാസിയുടെ മുമ്പിൽ 2 അറിയിപ്പുകൾ ഉണ്ടായി. നമ്മുടെ കർത്താവ് കാലിത്തൊഴുത്തിൽ ജനിച്ചു, നമ്മുടെ കർത്താവ് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. ദാറ്റ് സിംപ്ലി മീൻസ് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ദാ ഒരു മനുഷ്യനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതാണ് ലിറ്റർജിയിലെ ആ സമയത്തെ മെസ്സേജ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് കേട്ടിട്ട് ഉടനെ ജനം എന്ത് ചെയ്യും? ഒരു പ്രാർത്ഥന ചൊല്ലും. എന്താണ് ആ പ്രാർത്ഥന? സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും. ഞാനിത് എവിടെല്ലാം ചൊല്ലിച്ചിട്ടുണ്ടോ അവിടെല്ലാം മനുഷ്യൻ ഇത് തെറ്റിച്ചിട്ടുണ്ട്. തെറ്റിച്ച് നേരെ വിശ്വാസ പ്രമാണത്തിലോട്ട് കയറിപ്പോയി ബാറയ്ക്കുമോർ സോമങ്കാലസ് പറഞ്ഞ് നിർത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിക്കാതെ പറയാമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ചൊല്ലാവൂ. മനസ്സിലായോ? ഇത് തെറ്റി വേറെ വിശ്വാസ പ്രമാണത്തിലൊക്കെ പോകും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും ചൊല്ല്. നിങ്ങൾക്ക് കോൺഫിഡൻസ് പോയല്ലേ? നിങ്ങൾ ചൊല്ല്, ശരിയാവും. ചൊല്ലിക്കേ.
പല സഭക്കാരിരിക്കുന്ന സ്ഥലമാണ്, വെറുതെ നാണക്കേട് ഉണ്ടാക്കരുത്. ഉച്ചത്തിൽ ചൊല്ല്, പറ. ആ, തൻ്റെ കൃപയാൽ ജീവനും രക്ഷയ്ക്കും വേണ്ടി ദൈവമാതാവായ ആ ആ ഞാൻ പറഞ്ഞത് സംഭവിച്ചു. ഞാൻ മുൻകൂട്ടി പറഞ്ഞു ഇത് സംഭവിക്കുമെന്ന്. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായി? ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ ആ വഴിക്ക് പോകുന്നു. ആ പറഞ്ഞോണ്ട് പറഞ്ഞ് ജീവനും രക്ഷയ്ക്കും വേണ്ടി ആ ആ ആ ആ ആ ആ സ്വർഗീയ പിതാവിൻ്റെ സെമിനാരിക്കാരുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. സ്വർഗീയ പിതാവിൻ്റെ ഏകരക്ഷകനും വചനവും രാജാവുമായ എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്നെ സ്തുതിക്കും. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇതെല്ലാം ലിറ്റർജിയിലുണ്ട്, വളരെ ശ്രദ്ധിക്കണം. അതായത് യേശു നമുക്ക് വേണ്ടി വെളിപ്പെട്ടത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്, ഒന്ന് യേശു നമുക്ക് വേണ്ടി ജനിച്ചു, രണ്ട് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. ഈ വെളിപ്പെടുത്തൽ ലിറ്റർജിയിൽ പുരോഹിതൻ നൽകുമ്പോൾ അതിന് റെസ്പോൺസ് ജനം എന്ത് പറയുന്നു? അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് ജീവനോടെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ കർത്താവേ, വചനവും രാജാവുമായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്നെ പുകഴ്ത്തുന്നു. കണ്ടോ? അത് വർഷിപ്പാണ്, ആരാധന നടക്കാണ്, യേശുവിന് ആരാധന. പുരോഹിതൻ ഇതിങ്ങനെ അനൗൺസ് ചെയ്ത് ധൂപം വെച്ച് ജനത്തെ ഇത് അറിയിച്ച് ഇങ്ങനെ വരുമ്പോൾ ജനം പറയുകയാണ്, ഞങ്ങൾ നിന്നെ ആരാധിക്കുകയാണ് കർത്താവേ. അടുത്തത് ഇനി ഒരു പാരഗ്രാഫോടും ഉണ്ടായിരുന്നു. നല്ല മരണത്താൽ ആ പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പരിശുദ്ധാത്മാവിനോടും കൂടെ ആ സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥനയുടെ എസൻസ് ഞങ്ങൾക്ക് വേണ്ടി, അതായത് രക്ഷാകര രഹസ്യ യേശു നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ട് രണ്ട് കാര്യം പറയാണ്. ഞങ്ങൾ നിന്നെ വി വർഷിപ്പ് യു, ഹാവ് മെർസി ഓൺ us. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, അയ്യോ ഞങ്ങളോട് കരുണയാവണേ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ഇത് പിതാവിനോടുള്ള പ്രാർത്ഥനയാണോ, പുത്രനോടുള്ള പ്രാർത്ഥനയാണോ, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണോ? ആ പിതാവിനോട് അല്ലേ? ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. ഇത് ആരോടുള്ള പ്രാർത്ഥനയാണ്? ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് ആരാ? യേശു. ഇത് പുത്രനോടുള്ള പ്രാർത്ഥനയാണ്, പുത്രനോടുള്ള പ്രാർത്ഥനയാണ്. കണ്ടോ? അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന തീർന്നിട്ടില്ല. ആ പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ട് വീണ്ടും പുത്രനെ ആരാധിക്കുകയാണ്. ദൈവമേ, പുത്രനെ എന്താ വിളിക്കുന്നത്? ദൈവമേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പുത്രനെ വിളിക്കുകയാണ്. ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയാവണമേ. കണ്ടോ? ലിറ്റർജിയിൽ ശ്രദ്ധിച്ചു കേൾക്കുക. ലിറ്റർജിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് കഴിഞ്ഞ മാസം ലോൺ അടയ്ക്കാൻ പൈസ കിട്ടിയതിന്റെ പേരിലല്ല. സഭയുടെ ആരാധനക്രമത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്നത്, ബൈബിളിലുടനീളം നാം ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് വേണ്ടി അവിടുന്ന് കഴിഞ്ഞ ആഴ്ച നമ്മുടെ രോഗം മാറ്റിയതിന്റെ പേരിലല്ല, വീട് തന്നതിൻ്റെയോ വാഹനം തന്നതിൻ്റെയോ മക്കളെ തന്നതിൻ്റെയോ കല്യാണം നടത്തിയതിൻ്റെയോ പേരിലല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ചെയ്ത സകല പ്രവൃത്തികളെയും പ്രതി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ആത്മാവിന്റെ രക്ഷയെ ഗൗരവമായി എടുക്കുന്നവന് കുർബാന ആരാധന അനുഭവത്തുള്ളൂ. അല്ലാത്ത ആർക്കും അത് ഇറ്റ് നെവർ ടച്ചസ് ദം. അവരുടെ തൊലിപ്പുറത്ത് പോലും അത് തൊടത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇരുന്ന് ഉറങ്ങല്ലേ, നേരെയൊക്കെ ഇരിക്കും. ആരാ ഉറങ്ങിയെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ നാണം കെടും. നേരെ ഇരി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. വളരെ ശ്രദ്ധിച്ചിരുന്നോളാം. ഞാൻ കുർബാനയൊക്കെ പറയല്ലേ, എന്നിട്ട് ഇരുന്ന് ഉറങ്ങാൻ പാടുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ. ആ ഓക്കെ. പ്രത്യേകിച്ച് മുമ്പിൽ ഇരുന്ന് ഉറങ്ങരുത്. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. അല്ല പിതാക്കന്മാരല്ല,
നിങ്ങൾ ഉടനെ ഇങ്ങോട്ട് നോക്കണം. ഞാൻ ബഹുമാനത്തോടെ അവരെ നോക്കിയതാണ്. ശ്രദ്ധിച്ചേ. അപ്പൊ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇത്ര വലിയ രക്ഷ അത് തന്നതിൻ്റെ പേരിലാണ്. ആ രക്ഷ തന്നതിൻ്റെ പേരിൽ നാം ദൈവജനം നടത്തുന്ന ആരാധനയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് എപ്പോഴും ഉണ്ടല്ലോ കുർബാന അനുഭവത്തിൽ ആർക്കെന്നറിയാം, രക്ഷയെ ഗൗരവമായി എടുക്കാത്ത ഒരാൾക്കും കുർബാന അർപ്പണ അനുഭവം ആവത്തില്ല. പാപം ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ തൊണ്ടയിടറുവോ? ഇല്ല. പാപം ക്ഷമിച്ചതിനെ കുറിച്ച് അവർക്ക് വലിയ വിലയൊന്നും ഇല്ലല്ലോ. കർത്താവേ, എൻ്റെ നശിച്ചു പോകാമായിരുന്ന ജീവനെ നീ വീണ്ടെടുത്തു, നിന്റെ ശരീരവും രക്തവും എനിക്ക് ഭക്ഷണവും പാനീയവുമായിട്ട് തന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് നെവർ ടച്ചസ് ദം. തൊലിപ്പുറത്ത് പോലും തൊടത്തില്ല രക്ഷയെ മനസ്സിലാവുന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്ര വലിയ രക്ഷ, കഷ്ടപ്പാടുകളോട് പൊരുതി നിന്ന് ഈ വിശ്വാസം നിങ്ങൾ ഏറ്റെടുത്ത ആ കാലത്തെ ഓർക്കണമെന്ന് അപ്പസ്തോലൻ പറയുമ്പോൾ ഈ രക്ഷയുടെ വലിപ്പം ഇത് തന്നെ സീറോ മലബാർ കുർബാനയിലും ഇത് തന്നെ ലത്തീൻ കുർബാനയിലും ഇത് തന്നെ. മനസ്സിലായോ? അതായത് എന്താണ്, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്തു തന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പൊ കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എന്തിന്? താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കോ. എന്തിനാ ഞാൻ നിന്നെ പാടി പുകഴ്ത്താൻ പോണേ? നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ അല്ലേ. മറ്റൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, എന്താണ്? അതായത് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. പ്രകൃതിയെ അനശ്വരമായ മഹത്വമണിയിക്കുകയും ചെയ്തു. ആകയാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിനകത്തൊന്നും നമുക്ക് കഴിഞ്ഞ ആഴ്ച ദൈവം ചെയ്തു തന്ന ഭൗതിക അനുഗ്രഹങ്ങളെ റെഫർ ചെയ്യുന്നില്ല. അതിനല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. വർഷിപ്പ് ഈസ് ഓൾവേസ് ഫോർ what God has done for the salvation of the soul, for the redemption of the soul. ഈ ഹ്യൂമാനിറ്റിയെ അധപ്പതിച്ചു പോയി മാനവകുലത്തെ വീണ്ടെടുക്കാൻ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത രക്ഷയുടെ രഹസ്യങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതാണ് കുർബാന അർപ്പണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ലത്തീൻ കുർബാനയില് അതിന്റെ പ്രിഫസ് അതിന്റെ അനാഫറയിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ പറയുമല്ലോ, എന്താണ്? കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കും. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം, അത് ഉചിതവും ന്യായവും അത്രേ. പരിശുദ്ധനായ പിതാവേ, സകല വിശുദ്ധിയുടെ ഏറ്റവും പരിശുദ്ധനായ പിതാവേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ, ദൈവമേ, അങ്ങ് ഞങ്ങളെ എന്ത് ചെയ്തു? അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് വിമോചിപ്പിച്ച് അങ്ങേ പുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിച്ചു. അങ്ങ് കന്യകയിൽ നിന്ന് മനുഷ്യാവതാരം സ്വീകരിക്കുകയും മൃതനായ ഞങ്ങളെ ജീവിപ്പിച്ച് എന്ത് ചെയ്തു? അങ്ങ് ഞങ്ങളെ അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിച്ചു. ഞങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, സ്വന്തമാക്കപ്പെട്ട ജനം, വിശുദ്ധ ജനം, അങ്ങയുടെ സ്വന്തം ജനം എന്ന് ഞങ്ങൾ അറിയപ്പെടുകയും അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കാൻ അങ്ങനെയാണ് അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് അങ്ങേ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. ആകയാൽ therefore, കണ്ടോ, എന്തിനാണ് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നത്? ഞങ്ങളെ നീ പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് മോചിപ്പിച്ച് നിന്റെ സ്വന്തം ജനമാക്കി മാറ്റി. അതുകൊണ്ട് therefore ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മാലാകമാരോടും പ്രധാന മാലാകമാരോടും ഭദ്രാസന്മാരോടും ചേർന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അവിരാമം നിന്നെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവ്, ആകാശവും ഭൂമി അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു, ഉന്നതങ്ങളിൽ ഹോശാന. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സഭ ആരാധിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് നിങ്ങളെ ഇടിക്കും. സഭ ആരാധിക്കുന്നത് എന്തിന്റെ പേരിലാണ്? രക്ഷയുടെ പേരിലാണ്. രക്ഷയുടെ പേരിൽ. പറഞ്ഞേ ഹല്ലേലൂയാ. രക്ഷ അറിഞ്ഞില്ലെങ്കിൽ ആരാധന എല്ലാം വിരസമാവും. ഇന്ന് ഒത്തിരിയും പേർക്ക് ആരാധന അരോചകമാകുന്നതിന്റെ പിന്നിൽ രക്ഷയെക്കുറിച്ചുള്ള അജ്ഞതയുണ്ട്. രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ, രക്ഷയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലല്ലോ. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തേടുന്ന ഒരു ജനതയെ രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? ആത്മീയ രഹസ്യങ്ങൾ സംസാരിക്കുന്ന ഒരു ജനത അന്യം നിന്ന് പോയി. ദൈവിക രഹസ്യങ്ങളിൽ
തീക്ഷ്ണതയോടെ അത് സംസാരിക്കുന്ന, ചായക്കടകളിൽ പോലും ദൈവശാസ്ത്രം ചർച്ച ചെയ്തിരുന്ന ഒരു പാരമ്പര്യമുള്ള സഭയാണിത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്ത് ചെയ്യുന്നു? ഗൗരവമുള്ള വേദികളിൽ പോലും ദൈവശാസ്ത്രമോ സഭാശാസ്ത്രമോ ബൈബിളോ ആത്മീയതയോ ചർച്ച ചെയ്യുന്നില്ല. ഭൗതിക ചർച്ചകളായി നമ്മുടെ സമ്മേളനങ്ങൾ തരംതാണു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ജനത എന്ത് ചെയ്തു? ജനത്തിന് ഈ രക്ഷയുടെ ദിശാബോധം പോയി. അപ്പൊ ഇത് ഈ കർത്താവ് എന്താണ് എന്ന് അറിഞ്ഞവനാണ്. ഇപ്പൊ സർവാധിപനാം കർത്താവേ എന്ന് സീറോമലബാർ, സർവാധിപനാം കർത്താവേ. അയ്യോ, എന്തൊരു പാട്ടാ അത്. ഞാൻ എൻ്റെ ചാപ്പലിൽ എഴുതി വെച്ചിട്ടുണ്ട്, സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ഒരു മനുഷ്യന് ജീവിക്കാൻ ഈ 3 വാക്കുകൾ മതി. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ധൈര്യം നിസാരമൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ സൈബർ അറ്റാക്കുകളിൽ നിന്നും ഒന്നും രോമത്തെ തൊടാൻ പറ്റത്തില്ലല്ലോ. എന്തെന്നറിയോ? സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഏലിയ, നമുക്ക് രോമാഞ്ചം ഉണ്ടാവും ഏലിയയെ കുറിച്ച് പറയും. രോമാഞ്ചം. ഏലിയ ഇതെന്നറിയോ? ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും നരാധമനായ ഒരു രാജാവും ഏറ്റവും ഹീനയായ ഒരു രാജ്ഞിയും. ഒരു സാമ്രാജ്യത്തിനും ഒരു രാജാവിനും രാജ്ഞിക്കുമെതിരെ ഒരു പാവപ്പെട്ട സുവിശേഷകൻ ഒറ്റയ്ക്ക് നിന്നു. ഒറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇയാൾ മാത്രമേ ഉള്ളൂ രംഗത്ത് പ്രത്യക്ഷപ്പെടാൻ. ദൈവം പറയുമ്പോഴാണ് 7000 ഉണ്ടെന്നൊക്കെ അറിയുന്നത്. പക്ഷെ ആ മലമുകളിൽ വെച്ച്, കാർമൽ മലയുടെ മുകളിൽ വെച്ച് ബാലിന്റെ 400 പ്രവാചകന്മാരെ, അഷേരയുടെ 450 പ്രവാചകന്മാരെ, മന്ത്രവാദികളെ നേരിടാനും ഒരു രാജ്യവും രാജാവും രാജ്ഞിയും എല്ലാം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആഹാബിന്റെ മുഖത്ത് നോക്കി ഒരു വാചകം പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. പറഞ്ഞതിന് കാരണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? മഴയുടെ ദേവനായിരുന്നു ബാൽ. കാർഷിക വിളയും അതുപോലെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി ഫെർട്ടിലിറ്റി കൾട്ട്, ഭൂമി പൂജ പോലെ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കൾട്ട് പോലെയുള്ള ആരാധനകൾ നടത്തിയിരുന്ന ദേവതയാണ്, ആ ആരാധന നടത്തിയ അതിൻ്റെ ദേവതയാണ് അഷേര. അപ്പൊ ബാൽദേവനും അഷേരാ ദേവതയ്ക്കും എന്തിനു വേണ്ടി? മഴയ്ക്കും മഞ്ഞിനും വിളവിനും വേണ്ടി ബാൽദേവന് സമറിയായാലും ഒരു ആരാധന, അതുപോലെ തന്നെ പിന്നെ ബഥേലിൽ അഷേരായ്ക്ക് ഒരു പ്രതിഷ്ഠ. ഇങ്ങനെ അന്യദേവന്മാരെ പ്രസാദിപ്പിച്ച് മഴയും മഞ്ഞും ഉണ്ടാവും, ഭൂമി വിളവ് നൽകുമെന്ന് ജസബലിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വിശ്വസിച്ച് അവർക്ക് പ്രതിഷ്ഠ നടത്തിയിരുന്ന രാജാവിന്റെ മുമ്പിൽ വന്നിട്ടാണ് പറയുന്നത്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്. നീ മഴ പെയ്യാൻ വേണ്ടി ബാലിന് ഇത് ടെമ്പിൾ പണിതില്ലേ? നീ മഴ പെയ്യാൻ വേണ്ടി അഷേരായ്ക്ക് ടെമ്പിൾ പണിതില്ലേ? പൂജ ചെയ്തില്ലേ? ഞാൻ നിന്നോട് പറയാണ്, ആ ബാലും അഷേരയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞാൽ മതിയെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അതായത് ഒരു പൈശാചിക അരൂപിക്കെതിരെ ബൈബിളിൽ നിൽക്കുന്നത് ദൈവമല്ല, ദൈവ മനുഷ്യരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? ഓപ്പോസിറ്റ് പാർട്ടി ദൈവം അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കണം. അതായത് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പൈശാചിക രൂപി, ഇപ്പുറത്ത് നിൽക്കുന്ന ദൈവമല്ല, ഓപ്പോസിറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ. അതറിയാം, ദൈവാത്മാവ് നിറഞ്ഞൊരു മനുഷ്യൻ, സിംഗിൾ ഹാൻഡഡ്, ഒറ്റയ്ക്ക് ഒരാള് അയാൾ പറയാണ്, നീ പറഞ്ഞില്ലേ ആ അരൂപിക്ക് പ്രതിഷ്ഠ ചെയ്താൽ മഴ പെയ്യുമെന്ന്. അരൂപിയൊന്നും വേണ്ടടാന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടേ പെയ്യത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടും. പേരോ ഊരോ മേൽവിലാസമോ മുൻപരിചയങ്ങളോ മുഖവരകളോ ആമുഖങ്ങളോ ഇല്ലാതെ ഒരു കൊടുങ്കാറ്റ് പോലെ രംഗവേദിയിലേക്ക് പ്രത്യക്ഷപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് വായനക്കാരപ്പോൾ സംശയിക്കും. കാരണം എന്താ അറിയാം, ഈ ഏലിയയെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും നേരത്തെ ബൈബിൾ പറഞ്ഞിട്ടില്ല. ഗലയാദിൽ നിന്നുള്ള തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ എന്നേ പറയും. ഇത്രയേ ഉള്ളൂ, അഡ്രസ്സ് അത്രയേ ഉള്ളൂ. ക്രിസ്മസ് കാർഡ് ഇടാൻ പോലും പറ്റത്തില്ല, അഡ്രസ്സ് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഈ പ്രവാചകൻ നേരെ ഇങ്ങനെ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയും മഞ്ഞും പെയ്യത്തില്ലടാന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരാണ് ഇയാൾ? ഇതൊരു സിനിമയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ അപ്പൊ ചോദ്യം വരും, ആരാണിത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കാണുന്ന എല്ലാ മാസ് മൂവികളിലും നായകൻ വരുന്നതിന് മുമ്പ് നായകന്റെ ശിങ്കിടികൾ നായകനെ പരിചയപ്പെടുത്തും, എന്നിട്ടാണ് വരുന്നത്. ദാ വരുന്നു എന്ന് പറയും, ദാ നോക്കിക്കോ, ദാ വരുന്നു, ഭൂം, ദാ വരുന്നു. ഇവിടെ അങ്ങനെ മുഖവരിയൊന്നുമില്ല. ഇയാൾ നേരെ കയറി വരികയാണ്. അയാൾക്ക് പരിചയപ്പെടുത്താൻ അണികളില്ല, അംഗബലമില്ല. അയാൾക്ക് പരിചയപ്പെടുത്താൻ അയാളുടെ കൂടെ ആരുമില്ല.
അയാൾ തന്നെ ഉള്ളൂ. അയാൾ നേരെ ഇങ്ങോട്ട് കയറി വരികയാണ്, ടീമൊന്നുമില്ല. ഒറ്റയ്ക്ക് കയറി വന്നിട്ട് അയാൾ പറയാണ്, ഞാൻ ആരാന്ന് നിനക്കറിയാവോ? ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്. ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ. ആരാണ് ഏലിയ എന്ന് ചോദിച്ചാൽ, ഏലിയെ പരിചയപ്പെടുത്താൻ ബൈബിളിൽ പരിശുദ്ധാത്മാവ് ഒരു വാചകമേ പറഞ്ഞിട്ടുള്ളൂ. ആ വാചകം ഇതാണ്: ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്. വാട്ട് ഈസ് യുവർ ഐഡന്റിറ്റി? വാട്ട് ഈസ് യുവർ ഐഡന്റിറ്റി? എന്താണ് നിന്റെ അഡ്രസ്? എന്താണ് നിന്റെ സ്വത്വം? എന്താണ് നിന്റെ തനിമ? നീ ആരാധിക്കുന്ന ദൈവം ആര് എന്നുള്ളതാണ് നിന്റെ തനിമ. നീ ആരാധിക്കുന്നത് ആര്? അപ്പൊ അയാളുടെ ധൈര്യം എവിടുന്ന വരുന്നറിയാമോ? അയാൾ പറയാണ്, ഞാൻ സേവിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവത്തെയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടെ കൃത്യമാണത്. ബിഫോർ ഹൂസ് ഫേസ് ഐ സ്റ്റാൻഡ് എന്നാ പറയുന്നത്. ആരുടെ മുഖപ്രകാശത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുന്നുവോ ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടേ മഴ പെയ്ത്തുള്ളൂ. ധൈര്യം എവിടുന്ന വരും? മനുഷ്യന് ധൈര്യം എവിടുന്ന വരുന്നത് മോളെ? നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ധൈര്യം വരുന്നത്. മനുഷ്യന്റെ ധൈര്യം വരുന്നത് നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അതാണ്. ആരെയാണ് ആരാധിക്കുന്നത്? സീറോ മലബാറുകാര് പറയാണ്, സർവാധിപനാം കർത്താവേ. അയ്യോ, നിങ്ങൾ പമ്പരം പോലെ കറങ്ങണം അത് പാടുന്ന സമയത്ത്. അതുപോലാണ് അതിന്റെ പവർ. സർവാധിപൻ, സർവശക്തൻ. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോ എല്ലാ സഭക്കാരും ചൊല്ലുന്നതാണ് സർവശക്തനായ പിതാവ്. സർവശക്തൻ. മൂന്നാമത് അത്യുന്നതൻ, ദ ലോർഡ് മോസ്റ്റ് ഹൈ. അത്യുന്നതൻ, എല്ലാറ്റിനും മുകളിൽ. രാജാവിന് മുകളിൽ, പ്രധാനമന്ത്രിക്ക് മുകളിൽ, പ്രസിഡന്റിന് മുകളിൽ, അധികാരത്തിന് മുകളിൽ, ചക്രവർത്തിക്ക് മുകളിൽ, പണത്തിന് മുകളിൽ, സ്വാധീനങ്ങൾക്ക് മുകളിൽ, അംഗബലത്തിന് മുകളിൽ, കായിക ശക്തിക്ക് മുകളിൽ, സ്വാധീനങ്ങൾക്ക് മുകളിൽ, സമൂഹത്തിന്റെ ആരവങ്ങൾക്ക് മുകളിൽ, ശത്രുക്കളുടെ മുകളിൽ. യു ഹാവ് എ ഗോഡ് ഹു ഈസ് മോസ്റ്റ് ഹൈ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന് മുകളിലാണ് എൻ്റെ ദൈവം. പറഞ്ഞ ഹല്ലേലൂയ. പാലക്കാട്, വയനാട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സുവിശേഷ യോഗം നടക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല കുറേ കൊല്ലം മുമ്പ്, സുവിശേഷ യോഗം നടക്കുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ കയറി വേലിപ്പത്തല് പറിച്ച് അടിച്ചു. സ്റ്റേജിൽ കയറി അടിച്ചു. അപ്പൊ ഓർക്കാപ്പുറത്തല്ലേ അടി വരുന്നത്? ഓർക്കാപ്പുറത്താണ് അടി വരുന്നത്. തലങ്ങം ട്യൂബ് എല്ലാം അടിച്ച് പൊട്ടിച്ചു, മൈക്കെല്ലാം തട്ടിമറിച്ചിട്ടു, എന്നിട്ട് കയറി അടിച്ചു. ഒരു പാവപ്പെട്ട സുവിശേഷകൻ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കയറി തലങ്ങം അടിച്ചു. അപ്പം അയാൾ പറയുന്നത് ഞാനിങ്ങനെ കേട്ടു, ആദ്യത്തെ അടി മാത്രമേ നൊന്തുള്ളൂ, രണ്ടാമത്തെ അടിക്ക് പരിശുദ്ധാത്മാവിലായി, പിന്നെ അടിയെല്ലാം ആത്മാവാകൊള്ളുന്നേ. ഒറ്റ അടി അയാൾ അറിഞ്ഞിട്ടുള്ളൂ, ആദ്യത്തെ അടി. ഞാൻ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ എൻ്റെ ടീമിൽപ്പെട്ട ഒരാൾ വണ്ടി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ വേറെ വണ്ടി എടുക്കാൻ വന്ന ഒരാൾ ഇയാളെ തലങ്ങും ചീത്ത വിളിച്ചു. ശരിക്കും ചീത്ത വിളിച്ചു. കാരണം ഈ മനുഷ്യൻ, ഞങ്ങളെല്ലാവരും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേന് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ മുമ്പിലായി പോയി ഈ എൻ്റെ ടീമിൽപ്പെട്ട ഒരു സഹോദരൻ്റെ വണ്ടി. അപ്പോൾ അത് ഇദ്ദേഹം പോകാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിന് തലങ്ങും വായു. കൺവെൻഷൻ കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണേ. തലങ്ങും ചീത്ത വിളിച്ചു. ചീത്തയെന്ന് പറഞ്ഞാൽ ഭയങ്കര നിസാരപ്പെട്ട ചീത്തയൊന്നുമില്ല. മലയാളത്തിൽ ആ മുതൽ ഇക്ഷ വരെയുള്ള എല്ലാ അക്ഷരം വെച്ചും ചീത്തയുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയാം ചീത്ത, എല്ലാ ടൈപ്പും ചീത്തയുണ്ട്. ഇയാളിങ്ങനെ എല്ലാം ഭയങ്കര തെറി വിളിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഞാൻ നല്ലപോലെ ഇന്ന് തെറി കേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും കേട്ടപ്പോൾ വിഷമായി. അപ്പം ഞാൻ പറഞ്ഞു, നീ അത് പറയാൻ വരുന്നു, നീ അത് ചേട്ടാ ക്ഷമിക്കണം, അറിയാതെ പറ്റിയാ. അപ്പോൾ എൻ്റെ അച്ഛാ ഒന്ന് പറയാൻ സമ്മതിക്കണ്ട, എന്തെങ്കിലും അത് നിർത്തിയിട്ട് വേണ്ടേ ഒന്ന് പറയാൻ. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് സങ്കടമായോ? അപ്പോൾ എന്നോട് പറഞ്ഞു, പണ്ടച്ഛൻ പറഞ്ഞിട്ടില്ലേ ഈ ആദ്യത്തെ അടി കൊള്ളുമ്പോഴേ ഉള്ള വേദനയെന്ന്. 100 വട്ടം സത്യം അച്ഛാ. ആദ്യത്തെ 2 തെറി കേട്ടപ്പോഴേ ഉള്ളായിരുന്നു വിഷമം, പിന്നെ നല്ലപോലെ നിന്ന് ആഘോഷമായിട്ട് നിന്നങ്ങ് കേട്ടെന്ന് പറഞ്ഞു. ആത്മാവിലായി. പറഞ്ഞു ആത്മാവിലായി. മനസ്സിലാവുന്നുണ്ടോ? അത് സംഭവമാണ്, അത് ഉള്ളതാണെന്ന് ഈ ടീമംഗം സാക്ഷ്യപ്പെടുത്തി. അത് ഉള്ളതാണ്. ഫസ്റ്റ് അടിക്കേ ഉള്ളൂ നോവ്, പിന്നെ അടിയൊന്നും വേദന എടുത്തില്ല. അങ്ങനെ തലങ്ങും അടിയെല്ലാം കൊണ്ടിട്ട് അവർ വണ്ടിയിൽ കയറി പോയി. അപ്പോഴേക്കും നാട്ടിലുള്ള ആളുകൾ, രാഷ്ട്രീയക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കണം, എല്ലാവരും പെട്ടെന്ന് വരാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. കേസ് കൊടുത്തോ? അടി കൊണ്ടിട്ട് 15 മിനിറ്റ് പോലും ആയില്ലല്ലോ, ഇവിടെ ആരും പോകുന്ന കണ്ടില്ലല്ലോ. ഇല്ല, കൊടുത്തെന്ന് പറഞ്ഞു. കൊടുത്തു. എവിടെ?
അത് ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലല്ല, ഉയർന്ന കോടതിയിൽ അന്നേരം അടി കൊണ്ടപ്പോഴേ കൊടുത്തായിരുന്നെന്ന് പറയും. ഈ ഭൂമിയിലെ കോടതികളെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മോസ്റ്റ് ഹൈ, അത്യുന്നതനായ ദൈവത്തിൻ്റെ കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസിക്ക് എല്ലാറ്റിനും മുകളിൽ ഒരു കോടതിയുണ്ട്, അത്യുന്നതൻ. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്, എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിൽ, എൻ്റെ ജാമ്യക്കാരൻ, എനിക്ക് വേണ്ടി വാദിക്കുന്നവൻ സ്വർഗത്തിൽ, എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിൽ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. അതായി പാടുന്ന സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. സകലേശ നിൻ ഏതാ ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. അടുത്താണ് എനിക്ക് കേൾക്കേണ്ടത്. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാൻ. മനസ്സിലായോ? ചായ കുടിച്ചതിന്റെ കേസല്ലേ പറയുന്നേ? മനസ്സിലായോ? ഈ കാനഡയിൽ പോയതിന്റെ കാര്യമല്ലേ പറയുന്നത്? എന്താ പറയുന്നത്? മർത്യന് നിത്യമഹോന്നതമായ ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവരുടെ ആത്മാവിന് ഉത്തമ രക്ഷയേകുന്നു. അതുകൊണ്ട് സർവാധിപ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. രക്ഷ. അപ്പൊ ഇത്ര മഹത്തായി രക്ഷയെ നിസാരമാക്കരുത്. മടുത്തോ? പറഞ്ഞേ ഹല്ലേലൂയ. വായിക്ക് ഹെബ്രായർ 10:32. നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം, ഉറക്കെ വായിക്ക്. നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന കഴിഞ്ഞ കാലങ്ങളെ ഓർക്കണം. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ എന്താണെന്നറിയാമോ? ഇത് ഈ ഹെബ്രായ ലേഖനം കേട്ടെ, ഹെബ്രായ ലേഖനം എഴുതപ്പെട്ടത് റോമായിലെ വിശ്വാസികൾക്ക് വേണ്ടി ആയിരുന്നു എന്ന ഒരു വാദമുണ്ട്. ഇത് എഴുതപ്പെട്ടത് റോമായിലെ വിശ്വാസികൾക്ക് വേണ്ടിയായിരുന്നു എന്ന ഒരു വാദമുണ്ട്. അതനുസരിച്ച് പറയുന്നത് ഇത് എഴുതപ്പെട്ടത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. ഏത് പശ്ചാത്തലം എന്നറിയാമോ? ക്രിസ്ത്യാനികൾ റോമിൽ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കാലത്ത് ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാനുള്ള അവകാശം അവർ നിഷേധിച്ചു. കുട്ടികളെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യാതായി. ക്രിസ്ത്യാനികളുടെ വസ്തുവകകൾ അവർ കണ്ടെടുത്തു. ഗവൺമെന്റ് കണ്ടുകെട്ടി സ്വത്ത്. സമൂഹത്തിൽ അസ്പൃശ്യത, സമൂഹത്തിൽ അൺടച്ചബിൾ ആയിട്ട് മാറ്റി നിർത്തേണ്ട ഒരു ഗണമായിട്ട് ഇവരെ കണ്ടു. അങ്ങനെ സോഷ്യൽ ഏലിയനേഷനും സാമൂഹികമായ അകറ്റി നിർത്തലും അതുപോലെ തന്നെ കുട്ടികളുടെ ഭാവി അവരിൽ നിന്ന് സ്നാച്ച് ചെയ്ത് പറിച്ചെടുത്ത് ഭാവിയെ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയും ധനത്തിന്റെ അപഹരണവും സമ്പത്ത് കണ്ടുകെട്ടലും ഒക്കെ ആയിട്ട് വിശ്വാസികൾ ഞെരുക്കപ്പെട്ടൊരു കാലത്ത് അനേകം ആളുകൾ യഹൂദ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ എഴുതപ്പെട്ട ലേഖനമാണ് ഹെബ്രായ ലേഖനം എന്നൊരു വാദമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഹെബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നിങ്ങള് എന്ത് ചെയ്തു? നിങ്ങൾ ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് നിങ്ങളോട് ചെയ്തപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ ഉപേക്ഷിച്ച് പോകരുത് എന്ന് പറയാൻ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് നിങ്ങൾ വിശ്വാസത്യാഗം നടത്തരുത് എന്ന് പറയുന്നത്. വായിച്ചേ 34 വായിച്ചേ. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ സഹിച്ചു. എന്താ കാരണം? വിശ്വാസം ത്യജിക്കാത്തതിന്റെ കാരണം എന്താണ്? കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. എൻ്റെ അടുത്ത് ഒരു ബഹുമാനപ്പെട്ട വ്യക്തി വന്ന് ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എന്നോട് എനിക്ക് പരിചയമുള്ളൊരു കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഒരു 20 ലക്ഷം രൂപ എവിടുന്നെങ്കിലും ഒന്ന് മറിച്ച് തന്നാൽ ഞാൻ എന്ത് ചെയ്യാം, ഞങ്ങൾ അത് ഒരു 2 ആഴ്ചക്കുള്ളിൽ തരാം. അപ്പോൾ ഇവർ നല്ല ആളുകളായിരുന്നത് കൊണ്ടും വിശ്വാസികളായതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു,
അത് സംശയിക്കാതെ ഒരു 20 ലക്ഷം രൂപ അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ കൊടുത്തു. ഇവർ കടം കയറി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ പൈസ റെഡിയാവും, പക്ഷേ ഒരു 20 ലക്ഷം രൂപയും കൂടെ കൊടുത്താലേ, 25 ലക്ഷം രൂപയുടെ കൊടുത്താലേ നമുക്ക് ആ ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെ ജെനുവിനായിട്ടെല്ലാം വന്ന് പറഞ്ഞപ്പോൾ 25, അങ്ങനെ 45 ലക്ഷം രൂപ കൊടുത്തു. 45 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവർ ഈ 45 ലക്ഷം രൂപയും പറ്റിച്ചു. ഈ മനുഷ്യൻ വലിയ കടക്കാരനായിട്ട് മാറി. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇത്രയും വലിയ അപകടം എൻ്റെ അടുത്ത് നടത്തി ഞാൻ വലിയ കടക്കാരനായിട്ട് മാറി. പക്ഷെ അച്ഛൻ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് മനസമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. എനിക്ക് അവരോട് യാതൊരു വൈരാഗ്യമില്ല. തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ലെവലേശം പ്രതീക്ഷയില്ല. എനിക്ക് ഇത്രയും വലിയ ധനത്തിന്റെ അപകടം എന്നെ ബാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നതെന്നറിയാം, എനിക്കതിനേക്കാളും വലിയൊരു ധനം എൻ്റെ കർത്താവായ യേശു ഉണ്ട് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെന്ന് ആ മനുഷ്യൻ എന്നോട് പങ്കുവച്ചു. നിസ്സാരമല്ലത്. 5 രൂപ കളഞ്ഞു പോയാൽ ആത്മഹത്യ ചെയ്യാൻ കയറെടുക്കുന്നവരാണ് നമ്മൾ. കയറിന് 6 രൂപയാവും, പോയത് 5 രൂപ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ അവസ്ഥ. തങ്ങളിൽ നിന്ന് തങ്ങൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് ദയാദാക്ഷിണ്യങ്ങളില്ലാതെ വലിച്ചു പറിച്ചെടുത്ത് നിരാധാരരാക്കി തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോൾ നിങ്ങളത് സഹിച്ചു. മാറിവാനിസ് പിതാവ് എന്ത് ചെയ്തു? എല്ലാം ഉപേക്ഷിച്ച് മുണ്ടൽമലയുടെ മുകളിൽ നിന്നിറങ്ങി താഴേക്ക് വരുമ്പോൾ, ഒന്നുമില്ലാത്തവനായിട്ട് വരുമ്പോൾ മനസമാധാനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി വന്ന ഒരു ചരിത്രം ഈ സഭയുടെ പിന്നാമ്പുറത്ത് കിടപ്പുണ്ട്. ലവലേശം ഇച്ഛാഭംഗമില്ലാതെ ഒരു മനുഷ്യൻ ഒന്നുമില്ലാത്തവനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്തെന്നറിയാമോ? വലിയൊരു സമാധാന ഉറപ്പും കിടപ്പുണ്ട്. ആ ഉറപ്പിതാണ് കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ യേശുക്രിസ്തു എന്ന വിശ്വാസമെന്ന രക്ഷ എന്ന വലിയൊരു ധനം തങ്ങൾക്കുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. വായിച്ചേ, കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഇത് 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 എപ്പോഴും നിർത്തണ്ടേ? 8:30 9 ആ, മടുത്തോ നിങ്ങൾ? ഇല്ല, നമുക്ക് 8:30 ആരാധന നടത്താം. ഒരു 8:50 ആകുമ്പോൾ പോവാം. കുഴപ്പമില്ലല്ലോ? ഇല്ല, കൂടെ വാച്ച് നോക്കണ്ട, അതിനാ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഒരു നിമിഷം നമുക്ക് കർത്താവ് നമ്മളോടൊന്ന് സംസാരിച്ചെന്തെന്നറിയാം. അതായത് നമുക്കുള്ള വലിയ രക്ഷ. എനിക്ക് ഈ കൺവെൻഷന് വരുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നാളെ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മളോട് ദൈവം സംസാരിച്ചത് എന്താണ്? രക്ഷ. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്താണെന്നറിയാം, രക്ഷയെ സമ്പൂർണ്ണമായിട്ട് മറന്നിട്ട് അതിഭൗതികതയിലേക്ക് നമ്മുടെ മനസ്സ് തിരിഞ്ഞു. ഇപ്പം നിങ്ങൾ ചിന്തിക്കരുത്, ഇങ്ങനെ സഭ എന്ന് പറയുമ്പോൾ അത് കുറച്ച് മെത്രാച്ചന്മാരും അച്ഛന്മാരുമായിട്ട് നിങ്ങൾ കാണരുത്. സഭയെന്ന് പറഞ്ഞാൽ ഞാനും പോൾസും ചേട്ടനും സിസ്റ്റേഴ്സും ചേച്ചിയും ചേട്ടനും കുഞ്ഞും ഇതെല്ലാം ചേരുന്നതിൻ്റെ പേരാണ് സഭ. പണ്ടൊരു മനുഷ്യൻ ഒരു പള്ളിമുറ്റത്ത് വെച്ച് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന സഭയ്ക്കകത്ത് ഞങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ചോദിച്ചാണ്, പക്ഷെ അത് നല്ലൊരു ചോദ്യമാണത്. നിങ്ങൾ ഈ പറയുന്ന സഭയ്ക്കകത്ത് ഞങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടനോടുള്ള ഉത്തരവും നിങ്ങളോടുള്ള ഉത്തരവും ഇതെല്ലാം ചേരുന്നതാണ് സഭ. സഭയെന്ന് പറയുമ്പോൾ ഒരു ഹയറാർക്കി മാത്രമല്ല. അപ്പൊ സഭയ്ക്ക് ഇന്ന് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു ദിശാ തിരിവ് എന്തെന്ന് വെച്ചാൽ, സഭയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അത് കുറച്ച് മെത്രാച്ചന്മാർ അച്ഛന്മാർ കന്യാസ്ത്രീകൾ, അതല്ല. നമുക്കെല്ലാവർക്കും സംഭവിച്ച ഒരു ഡീവിയേഷൻ എന്തെന്നറിയോ? നമ്മൾ ഈ അതിഭൗതികതയിലേക്ക് വിശ്വാസത്തെ തിരിച്ചു വിട്ടു. പ്രാർത്ഥിക്കുന്നത് എന്തിന്? ഭൗതിക കാര്യങ്ങൾ നടക്കാൻ. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന എന്തിന്? ഭൗതിക കാര്യങ്ങൾ നടക്കാൻ. അവിടെ പോവുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, കാര്യം സാധിക്കുക. ഇവിടെ വരിക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, കുറെ കാര്യം സാധിക്കുക. ഇവിടെ വരിക, ഇന്ന പള്ളി വരിക, കുറെ കാര്യങ്ങൾ ചൊല്ലുക, കുറെ അത് ഇതൊക്കെ ചെല്ലുക, കുറെ കാര്യം സാധിക്കുക.
അപ്പൊ കാര്യസാധ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഭൗതിക ആവശ്യങ്ങളുടെ പൂരണത്തിന് വേണ്ടിയുള്ള ഒരു സമ്പ്രദായമായി ആത്മീയത മാറുകയും ആത്മാവിൻ്റെ കാര്യങ്ങളെ അവഗണിക്കുകയും ചെയ്തു. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. അതായത് ഒരു സുവിശേഷകന് തീക്ഷ്ണത ഉണ്ടാകണമെങ്കിൽ ഭൗതിക കാര്യം വെച്ചുണ്ടാവത്തില്ല. ഒരച്ഛന് തീക്ഷ്ണത ഉണ്ടാവണമെങ്കിൽ അത് ഭൗതിക കാര്യം വെച്ചുണ്ടാവില്ല. വേരിയബിൾസ്, ഈ മറ്റീരിയൽ വേരിയബിൾസ് എല്ലാം കറക്റ്റ് ആയാൽ തീക്ഷ്ണത ഉണ്ടാവില്ല. അത് നിലനിൽക്കത്തുമില്ല. ഒരാളുടെ ഉള്ളിൽ ഒരു തീ കത്തണമെങ്കിൽ അയാൾ ഇതിനപ്പുറത്തുള്ളൊരു ലോകം കണ്ട ആളായിരിക്കണം, ഇതിനപ്പുറത്തുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്ന ആളായിരിക്കണം, ഇതിനപ്പുറത്തുള്ളൊരു തലത്തിലേക്ക് ഹൃദയം ഉയർന്ന ആളായിരിക്കണം. അതുകൊണ്ട് ഹൃദയം ഉയർത്താൻ പറയുന്നത്. ഹൃദയങ്ങൾ ഉയർത്തുവിൻ എന്ന് പറയുന്നത് അതിനാണ്. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ എന്ന് പറയുന്നത് അതിനാണ്. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രന്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ കുർബാനയിൽ പറയുന്നത് അതിനാണ്. ഇത് ഉയർന്ന കാര്യങ്ങളാണ്, ആത്മാവിന്റെ കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് മുഴുവൻ, നമ്മൾ ചർച്ച ചെയ്യേണ്ട മുഴുവൻ അതാണ്. അത് മാത്രമാണ്. എന്തെന്നറിയാം, ഇത് പറയാതിരുന്ന് മനുഷ്യന് ഇതിനകത്തുള്ള രുചി പോയിട്ട് ലോകകാര്യത്തിൽ മാത്രമായി രുചി. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇഷ്ടം പോയി. എനിക്ക് പറയാനുള്ളത്, ഈ ആദ്യത്തെ ദിവസം കൺവെൻഷൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ആത്മീയ കാര്യങ്ങളിൽ ഒരു രുചി രൂപപ്പെടുത്തി എടുക്കണം, അത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കത്തില്ല, വിശ്വാസം വിട്ടുപോകും. അത് ചെയ്യണം. വിശ്വാസം, അതായത് വചനം വായിക്കാൻ ദാഹം, അത് കാര്യം നടക്കാനല്ല. വെറുതെ ഇരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കിട്ടുമ്പോൾ 10 ദൈവവചനം വായിക്കാൻ ഒരു ദാഹം, വായിക്കാൻ ഒരു ആഗ്രഹം. കണ്ടോ, അത് ആത്മാവ് തുറക്കപ്പെട്ടവന് മാത്രമേ ഉണ്ടാവൂ. അല്ലാത്തവൻ ഈ പുസ്തകം ജീവിതത്തിൽ ഏറ്റവും ബോറടിപ്പിക്കുന്ന ഗ്രന്ഥമാവും. പരിശുദ്ധ കുർബാന, അതിലെ പ്രാർത്ഥനകൾ, ആരാധനകൾ, ഇതെല്ലാം യാമപ്രാർത്ഥനകൾ, അതിനകത്ത് ഇതെല്ലാം എന്താ പറയുക, ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ പറയുന്ന മുഴുവൻ അതെല്ലാം എന്ത് ചെയ്യണം? അതെല്ലാം ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു സഭാ സമൂഹം രൂപപ്പെട്ട് വരണം. ഇല്ലെങ്കിൽ വിശ്വാസം വലിയ പ്രതിസന്ധിയെ നേരിടും. എന്താണെന്നറിയാം? വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ഞാനൊരു കാര്യം വളരെ മുൻകൂട്ടി പറയാം. എന്താണെന്നറിയാം? ഭൗതികതയ്ക്ക് വേണ്ടി ദൈവത്തെ തേടുന്നവര് എത്തി നിൽക്കാൻ പോകുന്നത് ഒടുവിൽ നിരീശ്വരവാദത്തിലായിരിക്കും. ഒരു സംശയം വേണ്ട, എഴുതി വെച്ചോ. ഭൗതികതയ്ക്ക് വേണ്ടി ദൈവത്തെ തേടുന്നവര് ഒടുവിൽ അവസാനിക്കാൻ പോകുന്നത് ദൈവവിശ്വാസം ഇല്ലായ്മയിലായിരിക്കും. എന്താ കാര്യം ഞാൻ പറയട്ടെ. നിന്നോണ്ട് ഇരുന്നോ പ്ലീസ്. അതായത് വയ്യാത്തവർ ആരെങ്കിലും ഉണ്ട് ഇരുന്നോണേ. നിങ്ങൾ ഇരുന്നാൽ ശരിയാവത്തില്ല. ഇത് നിന്നോണ്ട് കേൾക്കണം, ഗൗരവമുള്ള കാര്യമായതുകൊണ്ട്. എന്താണെന്നറിയോ? ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തെ തേടുന്ന ആളുകൾ ഒടുവിൽ എന്താ സംഭവിക്കാൻ പാടില്ല? എത്തി നിൽക്കുന്ന നിരീശ്വരവാദത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? അതിൻ്റെ ലോജിക്ക് ഞാൻ പറയാൻ ശ്രദ്ധിച്ചുകൾക്ക്. അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇപ്പം ഞങ്ങളെ പോലെയുള്ള ആളുകൾ സുവിശേഷ യോഗം നടത്തുമ്പോൾ സാക്ഷ്യങ്ങൾ പറയിപ്പിക്കും, അല്ലേ? അപ്പം സാക്ഷ്യം പറയിപ്പിക്കുന്ന സമയത്ത് ആരുടെ സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടത്? കാര്യങ്ങൾ നടന്നവരുടെ. 100 പേര് പ്രാർത്ഥിച്ചാൽ 100 പേരുടെയും കാര്യം നടന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ലല്ലോ. അതായത് എവിടെ പോയി പ്രാർത്ഥിച്ചാലും 100 പേര് പ്രാർത്ഥിച്ച് 100 പേരുടെ കാര്യമൊന്നും നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കില്ല. എല്ലാവരുടെയും 100ൽ 100 ഇല്ല, ആ പെർസെൻറ്റേജ് ഇല്ല. ഒരു ഭൗതിക കാര്യത്തിനും ഇല്ല. അപ്പൊ ആരുടെ സാക്ഷിയാണ് കേൾക്കുന്നത്? ഈ 100ൽ ഒരു 10, 20, 30, ഇനി പോട്ടെ 50, 90 ആവട്ടെ, അത്രയും പേരുടെ കാര്യം നടന്നതിൻ്റെ ടെസ്റ്റിമണികളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ നടക്കാത്ത 10 പേരോ? ഈ കാര്യം നടക്കാൻ വേണ്ടിയുള്ള ആത്മീയതയുടെ പ്രശ്നം, ഈ 100ൽ 10 പേര് കാലാന്തരത്തിൽ അവിശ്വാസികളായിട്ട് മാറും. ഈ 10 പേരുണ്ടല്ലോ, 10 സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കാത്ത ഒരു 10% കാണത്തില്ലേ? ഈ 10% മറ്റീരിയലിസ്റ്റിക് ആയ ഒരു സ്പിരിച്വാലിറ്റിയുടെ അപകടം എന്താന്ന് വെച്ചാൽ കാലാന്തരത്തിൽ അത് ഈ സഭയിൽ കുറെ അവിശ്വാസികളെയും നിരീശ്വരവാദികളെയും സൃഷ്ടിക്കും. പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ സ്വർഗത്തെ നോക്കി യേശുവിനെ തേടിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭൗതിക കാര്യത്തിന്റെ നടക്കാത്തതും ഒരു ഭൗതിക കാര്യം നിറവേറാത്തതും നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തില്ലെന്ന് മാത്രമല്ല, ഓരോ കഷ്ടപ്പാട് കൂടി വരുമ്പോഴും നിങ്ങൾ ഉന്മത്തനെ പോലെ, പൗലോസ് പറഞ്ഞ പോലെ നിങ്ങൾ പറയും, യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും. നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? നമ്മൾ വളരെ അത് 100 തവണ മുൻകൂട്ടി കാണണം. ഇന്ന് കാര്യം നടക്കുന്നതുകൊണ്ട് അത്തരം സ്പിരിച്വാലിറ്റികളെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. പറഞ്ഞ ഹല്ലേലൂയ.
ഇന്ന് 10 പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇത് സംഭവിക്കാൻ പോകണം എന്തെന്നറിയാം, ഇത് കാലാന്തരത്തിൽ കുറെ അവിശ്വാസികളെ സൃഷ്ടിക്കും. കാരണം അവരുടെ വിശ്വാസം വെച്ച എന്താ, യേശു എൻ്റെ കാര്യം നടത്തി തരും എന്നതിലാണ്. അവർ യേശുവിനെ വിശ്വസിക്കാനുള്ള കാരണം എന്തായിരുന്നു? യേശു എൻ്റെ ഭൗതിക കാര്യം നടത്തി തരും. എല്ലാം ഒന്നും നടത്തത്തില്ലെന്നേ, വെറുതെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, എല്ലാം ഒന്നും നടക്കത്തില്ലെന്നേ. ഒരു മുള്ള് കാണുമെന്ന്, ചില പ്രയാസം അവിടെ തന്നെ ഇരിക്കുമെന്ന്, മനസ്സിലായോ? ചില ചൊറിയും ചരങ്ങുമായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ മരിക്കാൻ പോണേ, അന്ന് മാറാനൊന്നും പോണില്ല. അപ്പൊ നമ്മൾ വിശ്വാസം നങ്കൂരം ഇടേണ്ടത് ഭൗതികതയിലല്ല. എന്തിലാ? രക്ഷ. അതുകൊണ്ട് അവര് എന്ത് ചെയ്യുന്നറിയാം, അവര് വിശ്വാസത്യാഗത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ അവർ പിടിച്ചിരിക്കും. അവർ ഇതിന് അപ്പുറത്തുള്ള സാധനത്തിലാണ് ഈ കൊളുത്തി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ കൂടെ ഒരു കാര്യം പറയും, മേളി പിടിക്കാൻ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൈവറ്റ് ബസ് കയറിയിട്ടുണ്ടോ സിസ്റ്റർ? കയറിയിട്ടില്ലേ? കയറണം നിർബന്ധമായിട്ട്. ഈ ലോകത്തിൽ നമുക്ക് വളരെ നല്ല അനുഭവങ്ങളിൽ ഒന്നാണ് പ്രൈവറ്റ് ബസ്സിലെ യാത്ര. കയറണം കേട്ടോ, വല്ലപ്പോഴും ഒക്കെ കയറണം. കയറിയിട്ട് ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ, പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറണം. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും, ഒന്നാമത് സ്ഥലമില്ല, എല്ലാം ഇങ്ങനെ എന്തെങ്കിലും, ആ സമയത്ത് കിളി ഇടയ്ക്കിടയ്ക്ക്, ഈ കിളി എന്ന അയാൾക്ക് പറയുന്ന പേര് അല്ലേ, കിളി എന്നാണ്, അത് അക്സെപ്റ്റഡ് ആയ പേരാണ്. കിളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, എന്താ പറയുന്നത് അറിയാം, മേളി പിടിക്കാൻ പറയും. നമുക്ക് പിടുത്തം കിട്ടിയത് ഇവിടാന്നേ ചേച്ചി, നമ്മൾ ഇവിടെ പിടിച്ചേ. അയാൾ പറയുന്നത് എന്താണ്, മേളി പിടിക്കുക ചേച്ചി, മേളി പിടിക്കുക ചേച്ചി. കിളി ആയതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അങ്ങോട്ട് ചെന്ന സമയത്താണ്, പ്രൈവറ്റ് ബസ്സുകാരനല്ലേ, അവന് നല്ലൊരു ചവിട്ടി വെട്ടിയപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന്, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ ഗ്രീറ്റ് ചെയ്തിട്ട് പോരേണ്ടി വരും. ഫ്രണ്ട് ചെല്ലും നീ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ബ്രേക്ക് കിട്ടുമ്പോൾ നീ മോൻ കുത്തി വീഴാൻ സാധ്യതയുണ്ട്. കിളി അതിനാ പറയുന്നത്. എന്തിനാ പറയുന്നത്? മേളി പിടിക്കാൻ. മനസ്സിലായോ? ഇത് സ്പിരിച്വാലിറ്റിക്ക് നല്ല മെസ്സേജാണ്. മേളി പിടിച്ചോണം. ഈ വശങ്ങളിൽ പിടിച്ച് യേശുവിൻ്റെ കൂടെ നടക്കരുത്. നീ മൂക്കും കുത്തി വീഴും. മേളി പിടിച്ചോണം. ഇത്ര വലിയ രക്ഷ.